പ്രൈസ് ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കൾ കരമുയർത്തിയ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. പോലെ ശക്തിയോടെ, ഇത്രയും ശബ്ദമേ ഉള്ളൂ, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സന്ധ്യങ്ങൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം നിങ്ങളോട് ചിന്തിപ്പാൻ, ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് നൽകിയ നല്ല ഭാഗ്യകരമായ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിലായിരിക്കുന്ന ക്രിസ്തുൽ ബഹുമാന കഥദാസൻ, ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകൻ, പ്രിയരാജപൂക്കാല പാർശ്വ കുടുംബം, അതുപോലെ എനിക്ക് മുമ്പ് ലീഡ് ചെയ്ത ബഹുമാന കഥദാസൻ, മനുശക്തന്മാരായ ദൈവദാസന്മാർ, കടന്നുവന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ക്രിസ്തുവിലെൻ്റെ സന്ധ്യാവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടായിരിക്കാം. കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്ന രാത്രികാലം കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുമെന്ന്? ആമേൻ. കർത്താവ് ഇന്ന് നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ഒരു ചെറിയ ദൈവിക ചിന്ത ഒന്ന് ചിന്തിച്ച് പ്രാർത്ഥിപ്പാൻ ശരണപ്പെടുന്നു. നാളെ തൊട്ട് 3 ദിവസം ഞാൻ ബാംഗ്ലൂരാണ്. അപ്പോൾ നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എനിക്ക് കടന്നു പോകണം. അപ്പം ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് ഇറങ്ങണം. നിങ്ങൾ പ്രാർത്ഥിക്കുക, നമ്മുടെ മിനിസ്ട്രി ഓർത്ത്, യാത്രകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദവാക്യം എടുക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം, അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം, അതിൻ്റെ 24, 25, 26 വാക്യം. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദാ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. അടുത്തത്, ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വാക്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥനയോടെ ആയിരുന്നത് കൊണ്ട് പ്രാർത്ഥിക്കാൻ ഇനി സമയമെടുക്കുന്നില്ല. വേഗത്തിൽ എനിക്ക് നൽകിയ ഈ ദൈവിക വചനത്തിൻ്റെ ചിന്ത നിങ്ങളോട് ചിന്തിപ്പാൻ ശരണപ്പെടുന്നു. നമ്മൾ വായിച്ച വാക്യം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം നമുക്ക് നന്നായി അറിയുന്ന ഒരു പുസ്തകമാണല്ലോ. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ ശേഷം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി തുടങ്ങി. എന്താ പറയുക, ഇറങ്ങി വന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വെളിപ്പെടുത്തി അവരിലൂടെ അത്ഭുതം വെളിപ്പെടുത്തിയ പുസ്തകമാണല്ലോ പ്രവൃത്തിയുടെ പുസ്തകം. ഞാൻ ഇതിങ്ങനെ ചിന്തിക്കാറുണ്ട്. ബൈബിളിലെ 3 ഘട്ടമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി മുതൽ മലാക്കി പ്രവചനം വരെ പഠിച്ചാൽ യഹോവയായ ദൈവം തൻ്റെ അത്ഭുതങ്ങളും തൻ്റെ തൻ്റെ നിരൂപണങ്ങളും ആഗ്രഹങ്ങളും ഭൂമിയിൽ സഫലമാക്കിയ പുസ്തകങ്ങളായിരുന്നു മലാക്കി പ്രവചനം വരെ. എന്നാൽ അതുപോലെ തന്നെ പിതാവിൻ്റെ ഇഷ്ടം ഭൂമിയിലേക്ക് നിറവേറപ്പെടാൻ തൻ്റെ ഏകജാതനെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് പിതാവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ വെളിപ്പെടുത്തിയ 4 സുവിശേഷങ്ങളായിരുന്നു മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അല്ലേ. എന്നാൽ ത്രിത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പുത്രൻ ഡയറക്റ്റ് ചെയ്യുകയല്ല, നേരെ മറിച്ച് വിശ്വസിക്കുന്നവരുടെ മേൽ ഇറങ്ങി വന്നിട്ട് അവരിലൂടെ അത്ഭുതം ആരംഭിച്ച പുസ്തകമായിരുന്നു പ്രവൃത്തിയുടെ പുസ്തകം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, നമ്മളും വിശ്വസിക്കുന്നെങ്കിൽ ഇന്നത്തെ രാത്രി അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വന്നിട്ട് ഈ തിരുവല്ല പട്ടണത്തിൽ നമ്മളിലൂടെ ചില അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ ഇന്നും പരിശുദ്ധാത്മാവ് റെഡിയായി നിൽക്കുക. എത്ര പേര് വിശ്വാസത്തോടെ ആമേൻ പറയാൻ തയ്യാറാകും? ആമേൻ. വചനം പറയുന്നു, യേശു സ്വർഗാരോഹണം ചെയ്ത ശേഷം ഏകദേശം 10 നാളോളം പിതാവിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി 120 പേർ ഒരുമിച്ച് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിപ്പ് വചനം പറഞ്ഞു ശക്തമായി. ഏകദേശം 10 ദിവസം വരെ കാത്തിരുന്നു. 10-ാം ദിവസമാണ് വചനം പറഞ്ഞത് ബെന്തക്കോസ് നാൾ അവിടെ വെളിപ്പെടാനിടയായത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണേ, വചനം പറഞ്ഞു ഉണർവിൻ്റെ ഒരു കാലം വെളിപ്പെടുക, ഒരു വലിയ അടുത്തൊരു പദ്ധതി പരിശുദ്ധാത്മാവിനാൽ ഭൂമിയിൽ ഇനി സ്ഥാപിതമാകുക. ഇനിയുള്ള കാലം മുഴുവനും പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ ഇഷ്ടത്തെ ഭൂമിയിൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയിട്ട് ആ ഒരു പരിശുദ്ധാത്മാവിന് വേണ്ടി 10 പേരെ അവിടെ വചനം പറഞ്ഞു ഒരുമിച്ച് ഇരുത്തുന്നതാണ് നമുക്കവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തിൻ്റെ പദ്ധതിയുള്ള, അതിനകത്തൊന്നുകൂടെ പറഞ്ഞാൽ ഈ സഭയുടെ അടിസ്ഥാനം അവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പദ്ധതിയുള്ള സ്തോത്രം 120 പേരെ അവിടെ കയറ്റിയിരുത്തുമ്പോൾ അതിനകത്ത് ഏറ്റവും അധികം ദൈവത്തിൻ്റെ പ്ലാനുള്ള ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. ആരായിരുന്നു?
പത്രോസ്. പക്ഷേ കഴിഞ്ഞ 50 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊന്ന് ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് ഏറ്റവും അധികം കാണാൻ പറ്റുന്ന കാര്യം, ആരുടെ മേലാണോ ഏറ്റവും അധികം ദൈവത്തിൻ്റെ പദ്ധതിയുള്ളത്, അവനെ മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, ജീവിതം കൊണ്ട് പോലും ശത്രു ഒത്തിരി അവനെ ഉടച്ചു കളഞ്ഞു. ഹലോ, അവൻ്റെ നിലനിൽപ്പിനെ ഇളക്കി, അവൻ്റെ മനസ്സിനെ ദൈവത്തോട് അടുക്കാൻ കഴിയാത്തുള്ള പ്രതിസന്ധികൾ അവനെ കടത്തി, അവനെ ഭയം വെളിപ്പെടുത്തി, അവന് എന്താ പറയുക, പിന്മാറ്റ അവസ്ഥയിൽ പോലും ശത്രു അവനെ കടത്തിയെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചൊരു ചിന്ത ഞാൻ പറയാം. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മേലുണ്ടെങ്കിൽ ശത്രു എത്ര നമ്മളെ ഉടച്ചാലും തകർത്താലും പദ്ധതിക്കകത്ത് നമ്മൾ ഉണ്ടെങ്കിൽ സമയമാകുമ്പോൾ ദൈവം നമ്മളെ പുറത്തെടുത്തിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഒന്നുകൂടെ പറയാവേ. പരിശുദ്ധാത്മാവിൻ്റെ ആഗമന സമയത്ത് ആദ്യം എഴുന്നേക്കേണ്ട വ്യക്തി പത്രോസ് ആണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് വചനം വന്ന് 12 നടുവിൽ ആദ്യം എഴുന്നേറ്റത് പത്രോസ്. ഞാനിങ്ങനെ പറയാം, ആദ്യം എഴുന്നേക്കേണ്ടത് ആരാണോ, ആരിലൂടാണോ ഉണർവ് തുടക്കം കുറിക്കേണ്ടത്, അവനോടായിരിക്കും ഏറ്റവും അധികം വെല്ലുവിളികൾ ഉണ്ടാകുന്നത്. ഞാൻ ആത്മാവിലൊരു ദൂത് ഒന്നുകൂടെ പറയാം. നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ, ആരാധിക്കാൻ കഴിയാത്തതുപോലെ നിന്നെ ഞെരുക്കങ്ങൾ, എവിടെയൊക്കെയോ മാനസികമായി ശാരീരികമായും സ്തോത്രം നിന്നെ ശത്രു ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ ശ്രമിക്കുന്നുണ്ടോ, ഇന്ന് ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്നിലൂടെ തന്നെയാണ് ദൈവം അടുത്തൊരു പദ്ധതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആ പദ്ധതിക്ക് വിരോധമായി ചലിക്കുന്ന സകല പ്രശ്നങ്ങൾ ഇന്നത്തെ ആരാധനയിൽ സ്വർഗത്തിലെ ദൈവം പോരാ ഇതിനകത്ത് ഹൃദയം കൊണ്ട് തകർന്നു പോയ, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, കഴിയത്തില്ല, നടക്കത്തില്ലെന്ന് ശത്രു നിന്റെ മനസ്സിനോട് വാദിക്കുന്നെങ്കിൽ ഇന്ന് ആത്മാവിൽ ഞാൻ പറയുന്നു, അതേ നിന്നെ തന്നെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം പണിയാൻ പോകുന്നു. ഞാൻ ഒന്നുകൂടെ ചിന്ത പറയാം. നമ്മളൊന്ന് ചിന്തിച്ചു വരുമ്പോൾ പത്രോസ് യേശുവിൻ്റെ അവസാന സമയത്ത് യേശുവിന് പറഞ്ഞൊരു പദമുണ്ട്, നിനക്ക് വേണ്ടി തടവറയിൽ ബന്ധിക്കപ്പെടാൻ, നിനക്ക് വേണ്ടി മരിപ്പാൻ ഞാൻ തയ്യാറാ. പത്രോസ് ഒരിക്കലും ചുമ്മാതെ പറഞ്ഞ വാക്കല്ല. യേശുവിനോടുള്ള അവൻ്റെ യഥാർത്ഥമായ സ്നേഹം അവൻ പരസ്യമായി വെളിപ്പെടുത്തിയതാ. ഉടനെ യേശു പറഞ്ഞു, നാളെ രാവിലെ കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. സത്യത്തിൽ തള്ളിപ്പറയേണ്ട സാഹചര്യം ഒരിക്കലും ഉണ്ടാകുമെന്ന് പത്രോസ് പ്രതീക്ഷിച്ചുകൊണ്ടല്ല പറയുന്നത്. അവൻ ഒരിക്കലും ഒരു പ്രതിസന്ധി എന്ത് മുൻകൂട്ടി ഗ്രഹിച്ചിട്ടില്ല. പക്ഷെ യേശുവിനറിയാം, അടുത്ത നിമിഷം, അടുത്ത പ്രഭാതത്തിൽ കോഴി കൂതിന് 3 വട്ടം എന്നെ തള്ളിപ്പറയും. ദൈവത്തിനറിയാം അവൻ അവനെ തള്ളിപ്പറയുമെന്ന്. പക്ഷെ യേശു എന്നിട്ടും അവനെ ചേർത്തു പിടിക്കുക. വചനം പറഞ്ഞ 5ലധികം കോടതികളിൽ 7ലധികം പ്രാവശ്യം എൻ്റെ യേശുവിനെ വിസ്തരിച്ചപ്പോൾ പത്രോസ് കണ്ട് ഭയപ്പെട്ടുപോയി. 3 വട്ടം അവനെ അറിയുന്നില്ലെന്ന് പ്രാകുവാനും ആണയിടുവാനും പത്രോസ് തുടങ്ങി. പക്ഷെ കോഴി കൂവിയപ്പോൾ അവൻ നോക്കുന്നത് യേശുവിൻ്റെ മുഖത്താ. അവൻ്റെ ഹൃദയം തകർന്നുപോയി. ഒരിക്കലും അവൻ ചിന്തിച്ചതല്ല യേശുവിനെ തള്ളി പറയണമെന്ന്. ഞാൻ ചിന്തിക്കട്ടെ, കഴിഞ്ഞ 3.5 വർഷക്കാലത്തെ പരശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം അത്ഭുതം ദൈവം ശിഷ്യന്മാരിൽ ചെയ്തത് പത്രോസിന് വേണ്ടിയിട്ടായിരുന്നു. കൂടാരത്തിനകത്ത് അമ്മായിയമ്മ ജ്വരത്താൽ ഭാരപ്പെട്ടപ്പോൾ യേശു സൗഖ്യമാക്കി. സ്തോത്രം. പടകിനകത്തെ വലിയ ശൂന്യത ഒറ്റ നിമിഷം കൊണ്ട് പരിഹരിച്ച് അവൻ്റെ ലൈഫിൽ അവന് ചിന്തിക്കാൻ കഴിയാത്തതുപോലെ ദൈവം അവനെ നടത്തിയ ഒരു വ്യക്തിയാണ്. വെള്ളത്തിന് മീതെ നടത്തി, ഒരിക്കലും ആർക്കും കൊടുക്കാത്ത സ്വർഗരാജന്റെ അധികാരം കൈമാറി. സ്തോത്രം. പിന്മാറി പോകുമ്പോഴും അവനെ ചേർത്തു പിടിക്കുക. ഒന്നുകൂടെ പറയാം, ഏതവസ്ഥ നോക്കിയാലും പത്രോസ് ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു മാറേണ്ട വ്യക്തിയല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മനുഷ്യൻ ജഡത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യന് ജഡത്തിൻ്റെ ബലഹീനതകളുണ്ട്. യോരാമേൻ പറഞ്ഞില്ല. ഇന്നലെ പ്രാർത്ഥിച്ചതുപോലെ, ഇന്നലെ ആരാധിച്ചതുപോലെ, ഇന്നലെ ഉപവസിച്ചതുപോലെ, ഇന്നലെ നിന്നതുപോലെ ഒരു പക്ഷേ ചിലപ്പം അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ കയറി വരാൻ കഴിഞ്ഞു നിന്നിരിക്കാം. പക്ഷെ ഒറ്റക്കാര്യം ഞാൻ പറയാം, ദൈവം നിന്നെ കൈവിടത്തില്ല എന്നും പറഞ്ഞ് ആരാധിക്കേണ്ടെന്നല്ല, പ്രാർത്ഥിക്കേണ്ടെന്നല്ല, ഉപവസിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യൻ ജഡത്തിൽ ബലഹീനരാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇന്നലത്തെ കൂട്ട് ഉപവസിക്കാൻ കഴിഞ്ഞില്ലെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒറ്റ വാക്കി പറയാം, പദ്ധതിക്കകത്ത് നീ ഉണ്ടെന്നേ. എത്ര പേര് വിശ്വാസത്തോടെ ആമേൻ പറയും? ഞാൻ ഒന്നുകൂടെ തെളിയിക്കാം. യേശുവിനെ തള്ളിപ്പറഞ്ഞു, പക്ഷെ യേശു അവനെ തള്ളിപ്പറഞ്ഞു. ഞാൻ പറയാം, നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ ദൈവം നിന്നെ തള്ളിപ്പറയത്തില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഞാൻ ചിന്തിക്കൂ, കാരണം യേശു അടക്കപ്പെട്ടു, 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. മറിയ അധികാലത്ത് കല്ലറവാതിൽക്ക് ചെന്ന് യേശുവിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. അവൾ ചെന്നപ്പോൾ കല്ലറവാതിൽ തുറന്നു കിടക്കുന്നു, ഷീലെ റൂമാലും മാത്രം അവിടെ കിടക്കുന്നു. ഇവൾ ഓടി വന്ന് പത്രോസ് യോഹന്നാനോട് അറിയിച്ചു. അവർ വന്നിട്ട് യേശുവിൻ്റെ കല്ലറയിൽ വന്ന് നോക്കി. ഷീലയും റൂമാലും പൊതിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് അവർ തിരിച്ചുപോയി. പക്ഷെ മറിയ പോയില്ല.
അവൾ അവിടെ തന്നെ കാത്തിരിക്കുക. ഞാൻ ചിന്തിച്ചപ്പോൾ സത്യത്തിൽ മറിയാണോ അവിടെ നിൽക്കേണ്ടത്, പത്രോസാണോ അവിടെ നിൽക്കേണ്ടേ? പറഞ്ഞേ. 7 ദുരാത്മാക്കളിൽ ബന്ധിക്കപ്പെട്ട ഇവളെ സൗഖ്യമാക്കി. ഒറ്റ വിടുതലിന്റെ പുറത്ത് അവൾ യേശുവിന്റെ കൂടെ നടക്കുന്നേ, യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നേ. പക്ഷെ കഴിഞ്ഞ 3.5 വർഷക്കാലം അത്ഭുതങ്ങൾ അനുഭവിച്ച പത്രോസല്ലേ അവളെക്കാൾ അധികം അവിടെ കാത്തിരിക്കണ്ടേ? പത്രോസ് എന്നിട്ട് ഭയപ്പെട്ട് റൂമിനകത്ത്, അവർ 10 പേര് റൂമിനകത്ത് കഥകടച്ചിരിക്കുക. അവരുടെ പേടി. യേശു ഉയർത്തെഴുന്നേറ്റു, ശരി, അവനെ എടുത്തുകൊണ്ട് ഉയർപ്പിച്ചെന്ന് അവരിനി പറയും. യേശുവിനെ വിസ്തരിച്ചതുപോലെ, യേശുവിനെ ക്രൂശിച്ചതുപോലെ ഇനി ഞങ്ങളെയും ചെയ്യുമെന്ന് പറഞ്ഞ ഭയം അവരെ അലട്ടിയിട്ട് അവർ 4 ചുവര റൂമിനകത്ത് കഥകടച്ചു പേടിച്ചിരിക്കുക. ഞാൻ ചിന്തിക്കട്ടെ, യേശുവിനെ കാത്തിരിക്കാത്തതിൻ്റെ പേരിൽ, ആ കല്ലടവാതിക്കൽ പത്രോസ് ഇല്ലാത്തതിൻ്റെ പേരിൽ യേശു പത്രോസിൻ്റെ അടുത്ത് പോകാതിരുന്നില്ല. അവർ ഭയപ്പെട്ട റൂമിനകത്ത് ഇറങ്ങി വന്ന് വിളിക്കുക, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സമാധാനം. എന്നെ ചിന്തിച്ചു, എടാ തള്ളിപ്പറഞ്ഞവനെയും സ്തോത്രം കാത്തിരിക്കാൻ സമയം കണ്ടെത്താതെ ഒഴിഞ്ഞു മാറി ഭയപ്പെട്ടവനെയും യേശു വിളിച്ച വിളി എന്നറിയാവോ? കുഞ്ഞുങ്ങളെ. ഒരു ആമേൻ പറഞ്ഞില്ല. അവർ ഭയപ്പെട്ടിരിക്കാന്നറിയാം. ഇന്ന് ഞാൻ പറയാം, സത്യത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴം ഒന്ന് വീക്ഷിച്ചേ. തള്ളിപ്പറഞ്ഞിട്ടും തള്ളിപ്പറയാത്തൊരു സ്നേഹം, കാത്തിരിക്കാതിരുന്നിട്ടും അവരെ തേടിച്ചെന്ന ദൈവസ്നേഹം. ഇന്ന് രാത്രി ഒന്ന് ഞാൻ പറയാം, നീ എത്രയൊക്കെ അകലാൻ ശ്രമിച്ചാലും ദൈവസ്നേഹം നിന്നെ വിടത്തില്ല കേട്ടോ. എത്രയൊക്കെ നീ പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും എൻ്റെ ദൈവം നിന്നെ മാറ്റത്തില്ല കേട്ടോ. ഇന്നത്തെ രാത്രിയിൽ ഒഴിഞ്ഞു മാറാൻ നീ ശ്രമിക്കാൻ പിശാച് നിന്റെ മനസ്സിനെ തളർത്തിക്കളയുമ്പോൾ ഇന്നത്തെ രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ദൈവസ്നേഹം നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. ഇന്നത്തെ രാത്രി നിന്നെ തേടി പിടിച്ച് നിന്നിലേക്കുള്ള പദ്ധതിയിലേക്ക് നിന്നെ ഒരുക്കിയെടുക്കുന്ന, ഞാൻ ചിന്തിക്കുക, ഇനി അടുത്ത ദിവസങ്ങൾക്കകത്ത് എന്താ പറയുക, പരിശുദ്ധാത്മ ഭൂമിയിൽ ഇറങ്ങും. അതിനുവേണ്ടി മുന്നിൽ നിൽക്കാൻ ദൈവം കണ്ട വ്യക്തിയാണ് പത്രോസ്. യേശു റൂമിനകത്ത് ഇറങ്ങി വന്ന് വചനം പറയുന്നു, അവിടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ അയച്ചു. അവിടെ പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കാൻ പോകുന്ന യേശു പറഞ്ഞുറപ്പിച്ചു. എന്നിട്ടും പടകെടുത്തു, വലയെടുത്തു, കൂടെ നിന്നവരെ കൂടെ വിളിച്ചുകൊണ്ട് കടലിൽ പിന്മാറ്റത്തിന് പോയി. മീൻ പിടിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, ഇവൻ പിന്മാറിപ്പോയിട്ടും കർത്താവ് അവനെ വിടുന്നില്ല. അവനെ തേടി അവന്റെ പിന്നാലെ പോകുക. ഒറ്റ കാര്യം പറയാം, പത്രോസേ, ദിവസങ്ങൾക്കകത്ത് നിന്നിലൂടെ ചിലത് എൻ്റെ ദൈവത്തിന് കാണിക്കണം. ഇന്ന് ആരുടെയൊക്കെയോ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് പറയുന്ന ഏറ്റവും വലിയ ദൂതൻ എന്നറിയോ? നിന്റെ സാഹചര്യങ്ങൾ, നിന്റെ ഇന്നത്തെ അനുഭവങ്ങൾ, ജീവിതത്തിനകത്ത് നീ നേരിട്ട കഷ്ടതകളും ഒറ്റപ്പെടലുകളും പ്രതികൂലങ്ങളും നിനക്ക് വേണ്ടുവണ്ണം ഇനി ഉപയോഗിക്കപ്പെടാൻ പറ്റുമോ? എന്നെ ദൈവം ഉപയോഗിക്കുമോ? എന്നെ ദൈവം മാനിക്കുമോ എന്നോർത്ത് എവിടെങ്കിലും നീ മനസ്സുകൊണ്ട് ഒതുങ്ങിപ്പോയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന ആത്മാവിൽ ഞാൻ പറയട്ടെ, ഇത് നിനക്ക് വേണ്ടി വെച്ച പ്രാർത്ഥനയാ. നിന്നെ എത്രത്തോളം ശത്രു പുറകോട്ട് കൊണ്ടുപോയാലും എൻ്റെ ദൈവം വിടത്തില്ല. ഇന്നത്തെ ആരാധനയിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പറ്റത്തില്ല, കഴിയത്തില്ല, ശത്രു പറയുന്നു നിന്നെ കൊണ്ടൊന്നും നടത്തിക്കത്തില്ല. പക്ഷെ ദൈവം പറയുന്നില്ല, കുഞ്ഞേ, ഇന്ന് രാത്രി നിന്നെ തേടി പിടിച്ച് ദൈവം നിന്നെ മുന്നറിൽ കൊണ്ടുവരിക. ശ്രദ്ധിച്ചേ, ഇത്രയും പിന്മാറിപ്പോയി. രാത്രി മുഴുവൻ കടലിൽ വലയിറക്കിയിട്ട് ഒരു മീൻ പോലും കിട്ടാതിരുന്നപ്പോൾ യേശു അവനെ തേടി വരിക. വെറും കൈയോടല്ല, സ്തോത്രം, കണ്ണിൽ ചുട്ട അടയും മീനുമായിട്ട് കർത്താവ് ആ തീരത്ത് കാത്തിരിക്കുക. എന്നിട്ട് പറയും, കുഞ്ഞുങ്ങളെ പടകിൻ്റെ വലതുഭാഗത്ത് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി. പത്രോസ് അപ്പോഴാണ് പറയുന്നത്, ഇത് യേശുവാണ്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൽ നിന്ന് അകന്നിട്ടും ദൈവം വിടാതെ അവനെ മടക്കി കൊണ്ടുവരാ. എന്തിനാണെന്നറിയാമോ? അടുത്ത ദിവസങ്ങളിൽ അടുത്തൊരു അഭിഷേകം നീ ചുമക്കണം. ഇന്ന് എനിക്കറിയത്തില്ല, ആത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 1ാമത്തെ രാത്രിയിൽ ശക്തമായി പ്രവചിക്കുക, കുഞ്ഞേ, നീ ഒന്ന് മടങ്ങി വാ, നിന്നെ ദൈവം കൈവിടത്തില്ല. അടുത്ത ദിവസങ്ങൾക്കകത്ത് ഒരു വലിയ അഭിഷേകം നിനക്ക് വേണ്ടി. ഇന്ന് രാത്രി ചിലരെ കാത്ത് പരിശുദ്ധാത്മാവ് റെഡിയായി നിൽക്കുക. നീ ഒന്ന് തിരിഞ്ഞു വരാൻ തയ്യാറാക, നീ ഒന്ന് മടങ്ങി വരാൻ തയ്യാറാക, നീ ഒന്ന് ദൈവത്തോട് അടുക്കാൻ തയ്യാറാക. ദൈവം അവനെ തേടി ചെല്ലുക, അവൻ ദൈവത്തെ തേടി വരികയല്ല. ഇന്ന് രാത്രി എനിക്കറിയത്തില്ല, ആത്മാവ്
ഈ ഹോളിനകത്ത് ഇന്ന് രാത്രി നമ്മുടെ കൊണ്ടുവന്നെങ്കിൽ, വിശേഷാൽ ഇങ്ങനെ ഓൺലൈനിൽ ശ്രമിക്കുന്നവരുമുണ്ട്, ഇന്ന് രാത്രി വിവിധ സാഹചര്യങ്ങളെ കൊണ്ട് ശുശ്രൂഷയുടെ വിളിയുണ്ടായിട്ടും അഭിഷേകം ചുമക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവകൃപ ചുമക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളെ കൊണ്ട് എവിടൊക്കെയോ നിങ്ങൾ ഒതുങ്ങപ്പെട്ടു പോയെങ്കിൽ സ്വർഗത്തിലെ തമ്പുരാൻ ഇങ്ങനെ പറയുക, അടുത്ത ദിവസങ്ങൾക്കകത്ത് കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പുതിയ ഉണർവ് ചലിക്കാൻ കൊതിക്കുന്നു. അതിനകത്ത് ഇന്ന് രാത്രി നിന്നെ മുൻനിരയിൽ കൊണ്ടുവരാൻ. ഓ പോരാ പോരാ പോരാ, ഞാൻ ആത്മാവിൽ പറയുന്നു, ശത്രു ഏറ്റവും അധികം പൊരുതിയ നിന്നെയാ, ശത്രു ഏറ്റവും അധികം വെല്ലുവിളിക്കുന്ന നിന്നെയാണ് എൻ്റെ ദൈവം പിടിക്കാൻ ആഗ്രഹിക്കുന്നേ. ഓ ഷുഡകമന വൈശ്വസിയാതെ ഞാൻ പറയാം, ഒന്ന് ചിന്തിച്ചു നോക്കി, ഇവനെ ഇത്രത്തോളം പിശാച് വലച്ചു കളഞ്ഞു, ദൈവത്തോട് അടുക്കാൻ കഴിയാതവണ്ണം മനസ്സിനെ പോലും അകറ്റിക്കളഞ്ഞു. ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടും പിന്നെയും വാഗ്ദത്തം പറഞ്ഞ് ഉറപ്പിച്ചിട്ടും പിന്നെയും പിന്മാറിപ്പോയി മാറിയുന്നവനാ പത്രോസ്. പക്ഷെ ദൈവം കൈവിട്ടില്ല. ദൈവം എന്നിട്ടും തേടി പിടിക്കുക, തൻ്റെ സ്നേഹത്തെ എന്താന്ന് വെളിപ്പെടുത്തി. കർത്താവേ നീ സകലതും അറിയുന്നത് പറഞ്ഞ് പത്രോസ് യേശുവിന് മുമ്പിൽ സറണ്ടർ ആകുക. വചനം പറഞ്ഞു, അങ്ങനെ സറണ്ടറായ പത്രോസ് അടുത്ത 40 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഉണർവ് ദൈവം അവൻ്റെ മേൽ അയക്കുക. ഞാൻ എൻ്റെ ചിന്തയിൽ വന്നൊരു കാര്യം ഞാൻ പറയാം. സത്യത്തിൽ ഈ പത്രോസിൻ്റെ സ്ഥലത്ത് നമ്മളായിരുന്നെങ്കിൽ ആ ഉണർവ് മീറ്റിങ്ങിനകത്ത് ഏറ്റവും പുറകിലത്തെ കസറിലിരിക്കുന്ന പത്രോസായിരിക്കും. അയ്യോ ആരുമില്ലേ? സത്യമല്ലേ വെച്ചാ? ഞാൻ കർത്താവിനെ തള്ളി പറഞ്ഞവനാ, ഒരു ആമേൻ പറഞ്ഞേ. ഓ ഞാൻ കർത്താവ് പറഞ്ഞിട്ടും അനുസരിക്കാത്തവനാ. ഏറ്റവും പുറകിരിക്കുന്ന ആരായിരിക്കും? നിങ്ങൾ ചുമ്മാ മനസ്സൊന്ന്, സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ഏറ്റവും പുറകിരിക്കുന്ന ആരായിരിക്കും? പക്ഷെ ദൈവം എവിടെ നിർത്തിയേ? ഏറ്റവും, നിങ്ങൾ വാ തുറന്ന് പറ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂതായി പറയാം കേട്ടോ. നിനക്കെതിരെ ശത്രു എത്രത്തോളം വെല്ലുവിളി ഉയർത്തി, മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് എത്ര അകറ്റിക്കളയാൻ ശത്രു ശ്രമിച്ചോ, ഇന്നത്തെ രാത്രി ദൈവ സ്നേഹം നിന്നെ പുറകിലിരുത്തുന്നതല്ല. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഇന്നത്തെ രാത്രിയിൽ ഈ ഹോളിനകത്തൊരു വലിയ അഭിഷേകം ചലിക്കാൻ പോകുകയാ. ഏറ്റവും അധികം ഒതുക്കപ്പെട്ട, ഏറ്റവും അധികം വെല്ലുവിളികൾ അനുഭവിച്ച നിന്റെ മേൽ ഇന്ന് രാത്രിയിൽ, ഓ പോരാ പോരാ പോരാ, ചിലരുടെ മേൽ ഒരു വലിയ അഭിഷേകത്തെ പകരാൻ പോവാ ദൈവം. ചിലരുടെ മേൽ വലിയൊരു ഉണർവിനെ പകരാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ആത്മാവിൽ ആമേൻ പറഞ്ഞു. ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, ഓ വിട്ടുകൊടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതെ എവിടെയോ നിന്റെ മനസ്സിനെ പിടിച്ചു കെട്ടിയ മേഖലകൾ ഇന്ന് രാത്രി അഭിഷേകം പൊളിക്കുക. നീ ഉപയോഗിക്കപ്പെടത്തില്ലെന്നല്ല, ദൈവം നിന്നെ മാനിക്കത്തില്ലെന്നല്ല, ദൈവം നിന്നെ വിടുവിക്കത്തില്ലെന്നല്ല, ദൈവം പറഞ്ഞ അടുത്ത ദൈവത്തിന്റെ പദ്ധതി നിന്നിലൂടെ തന്നെ വെളിപ്പെടാൻ പോവാ. ഈ ശത്രുവിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് നിന്റെ മനസ്സിനോട് പൊരുതി നിന്നെ ഒതുക്കി കളയുക. ഞാൻ പറയാം, അടുത്ത 40 ദിവസം കഴിയുമ്പോൾ ഉണർവിന് ആദ്യം നിൽക്കേണ്ടത് ഇവനാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മേൽ കേട്ട ദൂതെന്ന് വെച്ചാൽ എന്നാ ദൂതുകളാണെന്നറിയോ? ഒരു ആമേൻ പറഞ്ഞില്ലല്ലോ. ശുശ്രൂഷയെ കുറിച്ച് കേട്ട പ്രവചനം കേട്ടാൽ ഇന്ന് ഈ ഇന്ത്യ മഹാരാജ നമ്മൾ കാണേണ്ടവരല്ല. ഒരു ആമേൻ. രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കേണ്ട പദ്ധതികളുള്ളവർ നമ്മളെല്ലാവരും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു പത്രോസിന് ഉണ്ടായ ബലഹീനതയെ മാറ്റി ദൈവം അവനെ മുൻനിരയിൽ കൊണ്ടുവന്നെങ്കിൽ എന്നെയും ദൈവം കൊണ്ടുവരത്തില്ലേ? ഓ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. ഒരു ആമേൻ. ഇന്ന് ചില മനസ്സാക്ഷിയെ പിശാച് ഒതുക്കി കളഞ്ഞെങ്കിൽ ഇന്ന് ഇതിനെ അഭിഷേകം പൊളിക്കാൻ പോവാം. ഓ നിങ്ങൾ ആത്മാവിൽ കയറി വാ. ഇന്ന് രാത്രി ചിലരുടെ മേൽ അസാധാരണമായ ഒരു അഭിഷേകം, നീ ഒതുങ്ങപ്പെട്ടെടുത്ത് നിന്നെ ഞെരുക്കിയെടുത്ത് ഈ രാത്രി ചിലരുടെ മേൽ ഓ പകരുന്നു പകരുന്നു പകരുന്നു. എവിടെയോ നീ ഒതുങ്ങപ്പെട്ടു, അഭിഷേകം നിന്നെ പുറത്തു കൊണ്ടുവരിക. എവിടെയോ നീ ഞെരുങ്ങി, പോരാ 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 പോരാ, ഈ രാത്രി നീ ഒതുങ്ങിയ ഇടത്തു നിന്ന് ചിലരെ പുറത്തെടുക്കുന്ന, ഓ ശബരബല ഹദരഗടക ജുഡരബലബലബ. ശത്രു പറയുന്നു ഉപയോഗിക്കപ്പെടത്തില്ല, ശത്രു പറയുന്നതിന് മാനിക്കത്തില്ലെന്നോ. ഇന്ന് രാത്രി സ്വർഗം പറഞ്ഞു, കുഞ്ഞെ അടുത്ത ദിവസങ്ങൾക്കകത്ത് നിന്നിലൂടെ ചില ചരിത്രങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. നിനക്കെതിരെ ഏറ്റവും അധികം ശത്രു വെല്ലുവിളിച്ചത് കാരണം അത്രത്തോളം പദ്ധതികൾ നിന്റെ മേലുണ്ടായിരുന്നു. ഇന്ന് അഭിഷേകം ചിലരെ തൊടുക.
പിടിച്ചോ പിടിച്ചോ. ദൈവശക്തി ചില മേൽ ഇറങ്ങി വരുന്നു. ആത്മാവിൽ വിട്ടുകൊടുത്ത് പ്രതികരിച്ചോ. ഈ രാത്രി പറയുന്ന ഈ കേൾക്കുന്ന ദൈവശക്തി നിന്റെ മേൽ അസാധാരണമായി ഇറങ്ങുക. അഭിഷേകം തൊടുന്നു, അഭിഷേകം തൊടുന്നു, അഭിഷേകം തൊടുന്നു, അഭിഷേകം തൊടുന്നു. അസാധാരണമായ നിയോഗം ഈ രാത്രി ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്തുക. ശുഡകമാന വൈഷമാന രഹസ്യാതിൽ എനിക്കറിയത്തില്ല, ദിവസങ്ങൾക്കകത്ത് അടുത്ത ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേലും നിന്റെ കൂടാരത്തിനകത്ത് ദൈവം കൈമാറും. ശക്തമേറിയ ശുശ്രൂഷയ്ക്ക് അഭിഷേകം നിന്നെ പുറത്തെടുക്കുക. നിന്റെ കുടുംബത്തിന് ഇന്നേ വരെ ചിന്തിക്കാൻ പറ്റാത്ത, നിന്റെ സഹോദരങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത, നിന്നെ അറിയുന്നവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വിലപ്പെട്ട ദൗത്യം ഈ രാത്രി അഭിഷേകം കൈമാറുന്നു. പോരാ, ദൈവശക്തി ചിലരുടെ മേൽ അതുപോലെ ഇറങ്ങട്ടെ. ഒന്ന് ചിന്തിച്ച് നോക്കി. സത്യത്തിൽ നമ്മുടെ ലൈഫ് ഇതുപോലെ എവിടൊക്കെ ഒതുങ്ങിപ്പോയില്ലേ? ഉപയോഗിക്കപ്പെടാൻ വാക്തത്വമുണ്ട്. പത്രോസേ, നിന്നെ എന്താ പറയുക, മത്സ്യത്തെ പിടിച്ച് വലയിറക്കി പെരുത്ത മീൻകൂട്ടം കൊടുത്ത പത്രോസ്, ഇതേപോലെ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നതിനാക്കും. ശുശ്രൂഷയിൽ കിടക്കുന്ന ദൂത് അസാധാരണമാ. പക്ഷെ പത്രോസിന് കയറി വരാൻ പറ്റാത്ത പ്രശ്നങ്ങളോട് അവൻ സഞ്ചരിക്കുന്നേ. പക്ഷെ സ്വർഗം പറയുന്നു, കുഞ്ഞെ നിനക്ക് പ്രശ്നങ്ങളുണ്ട് ശരിയാ, പക്ഷെ എൻ്റെ പദ്ധതി തീർന്നിട്ടില്ല. അയ്യോ, കേട്ടില്ല കേട്ടില്ല കേട്ടില്ല. നിനക്ക് ചുറ്റും വിഷയങ്ങളായിരിക്കാം, നീ നിൽക്കുന്ന മേഖലകൾ മുഴുവൻ നിനക്കൊരു വെല്ലുവിളിയായിരിക്കാം. പക്ഷെ ഒറ്റ വാക്ക്, നിന്നോടുള്ള ദൈവത്തിന്റെ പ്ലാൻ അവസാനിച്ചിട്ടില്ല. ശത്രു പറയുന്നത് നീ ഉപയോഗിക്കപ്പെടും, നീ ദൈവത്തെ തള്ളി പറഞ്ഞവരാ, നിന്നെ ഉപയോഗിക്കത്തില്ലെന്ന് പിശാചിനോട് പറയട്ടെ. നോ, ഇന്ന് അതിനെ നീ പരിഗണിക്കേണ്ട ഒറ്റ വാക്ക്, എന്റെ ദൈവ സ്നേഹമാണെന്നേ. കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിൻ്റെ കൂടെ പഠിച്ചൊരു അവിടെ കൂട്ടുകാരി, അവള് സ്വന്തം അപ്പനെയും അമ്മയും ധിക്കരിച്ചൊരു പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് അപ്പനും അമ്മയും അവളെ വിവാഹം കഴിച്ച്, ഹിന്ദുക്കളാണ്, 10-101 പവനൊക്കെ കൊടുത്ത് വിവാഹം കഴിപ്പിച്ചു. 6 മാസം 1 വർഷത്തിനകത്ത് അവർ പ്രശ്നമായി, ഡിവോഴ്സായി. ഒറ്റ മോളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നിട്ടും അപ്പനും അമ്മയും അവളെ ചേർത്ത് പിടിച്ചു. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, സാർ അവൾ അത്രയും വലിയ തെറ്റ് വീട്ടുകാർ കാണിച്ചപ്പോഴും അവിടെ അപ്പനും അവളെ ചേർത്ത് പിടിച്ചല്ലോ. ഞാൻ പറഞ്ഞു, ഭൂമിയിലെ ഒരു മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിനേക്കാൾ എത്രയും അധികം സ്വർഗത്തിലെ തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്യും. അയ്യോ, എൻ്റെ കൂടെ വരുന്നില്ല, ഒരു ആമേൻ പറഞ്ഞേ. അപ്പന് മക്കളോട് ദയ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് എന്തുണ്ട്? ഇന്ന് രാത്രി ഒന്നും ഞാൻ പറഞ്ഞു, നീ എവിടൊക്കെയോ തകർന്നു, എവിടെ ഉടഞ്ഞു, എവിടെയോ നിന്റെ ബലഹീനതകൾ നിന്നെ വല്ലാതെ പിടിച്ചൊതുക്കുന്നുണ്ടോ? പക്ഷെ ഇന്ന് ആത്മാവ് ഒന്ന് പറയുന്നു, നീ ഒന്ന് കയറി വരാൻ തയ്യാറാണോ? ഒറ്റ വാക്കി പറഞ്ഞ പത്രോസിനെ ഉപയോഗിച്ച ദൈവം ഈ കാലഘട്ടത്തിൽ ചിലരെ ഇതിനകത്തു നിന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നേ. എനിക്കറിയത്തില്ല, ചിലരെ മുൻനിരയിൽ ദൈവം കൊണ്ടുവരാൻ പോവാ. ചിലരെ മുൻനിരയിൽ ദൈവം കൊണ്ടുവരാൻ പോകുകയാ. എവിടൊക്കെയോ നീ അവഗണിക്കപ്പെടുന്നു, എവിടൊക്കെയോ നീ ഒറ്റപ്പെടുന്നു, എവിടൊക്കെയോ നിനക്ക് കയറാൻ പറ്റുന്നോ? ഇന്ന് കർത്താവ് പറഞ്ഞില്ല, കുഞ്ഞെ, ഈ അടുത്ത പദ്ധതി ആ ഉണർവിനകത്ത് നീ ഉണ്ടെന്നേ. എന്തുവായാലും നമ്മൾ അടുത്തൊരു ഉണർവിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവരാ. അടുത്തൊരു ചലനം നമ്മൾ കാണാൻ കൊതിക്കുന്നവരാ. ആത്മാവ് എന്നോട് പറയുന്ന, അടുത്തൊരു ചലനത്തിനകത്ത് നീ മുൻനിരയിൽ ഉണ്ടാകും. നിന്നെ ഒഴിവാക്കി നിർത്തിയവർക്കല്ല, നീ ഒരു ചരിത്രമായി മാറാൻ പോവാ. ശത്രു പറഞ്ഞോട്ടെ നിന്നെ ഉപയോഗിക്കത്തില്ല, പക്ഷെ ദൈവം പറഞ്ഞു, കുഞ്ഞെ, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതി. ഈ രാത്രിയിൽ ചിലരെ ഇതേപോലെ ദൈവം അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. എനിക്കറിയത്തില്ല, ചിലരുടെ മേൽ ഇതേപോലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഇന്ന് രാത്രി ചലിക്കാൻ പോകുകയാണ്. ആത്മാവിൽ പറയുന്നു, 2024 തീരുന്നതിന് മുമ്പ് ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവം ശക്തമായി പുറത്തു കൊണ്ടുവരും. ശുശ്രൂഷയ്ക്ക് വിളിയുണ്ടായിട്ടും പരിധിക്കപ്പുറത്ത് ഉയരാൻ കഴിയാതെ എവിടൊക്കെ ഞെരുങ്ങുന്ന ചിലരെ അഭിഷേകം ഈ രാത്രികാലം ശക്തമായി തൊടുന്നു. വാക്കുകൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും നിന്നെ ഒതുക്കിയവരുടെ നടുവിൽ ഇന്ന് രാത്രി നീ ഒരു ചർച്ചാ വിഷയമായി. പോരാ 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 പോരാ. ഈ രാത്രി ചിലരുടെ മേൽ അങ്ങനെയുള്ള ദൈവകൃപ ചലിക്കട്ടെ, അങ്ങനെയുള്ള ദൈവിക അഭിഷേകം ചലിക്കട്ടെ.
എത്ര പേർ വിശ്വാസത്തോടെ ആമേൻ പറയാൻ തയ്യാറാകും? 2024 ഞാൻ ആത്മാവിൽ ശക്തമായി പ്രവചിക്കുക, ഉപയോഗിക്കപ്പെടത്തില്ലെന്ന് ശത്രു പറഞ്ഞ അതേ സ്ഥലത്ത് ചിലരെയോ ശക്തമായി എഴുന്നേൽപ്പിക്കാൻ പോകുക. നിന്നെ വിളിച്ചത് തന്നെ വലിയൊരു വിളിക്കകത്തല്ലേ? പത്രോസിനെ വിളിച്ചിറക്കിയപ്പോൾ തന്നെ അത്ഭുതം കാണിച്ച് അതിനകത്ത് തന്നെ ദൈവം ദൂത് പറയാ. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ ഇരുള് നന്മ തടഞ്ഞ പത്രോസ് പറയാം, പത്രോസ് ഇതേപോലെ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് വെച്ചാൽ ഇതേപോലെ ഇരുള് മൂടിക്കിടക്കുന്ന മേഖലക്കകത്ത് നിന്ന് ഒരു ജനതയെ പുറത്തെടുക്കുന്ന വിളിയ ദൈവം നിന്റെ മേൽ പകർന്നേ. ഞാൻ ഒറ്റ വാക്ക് പറയാം, നിന്റെ മേൽ കിടക്കുന്ന പദ്ധതി വലുതായതുകൊണ്ടല്ലേ നിനക്കെതിരെ അത്രത്തോളം വെല്ലുവിളി ഉയരുന്നേ. എൻ്റെ കൂടെ വരുന്നില്ല, ഒരു ആമേൻ പറഞ്ഞില്ല. ഇന്ന് ചിലർ ആത്മാവിൽ ഇന്ന് രാത്രികാലം അകത്തെ അഭിഷേകം ചുമക്കുന്ന നീ ഇനി വീർപ്പ് മുട്ടണ്ട കേട്ടോ. നിന്നെ ഇനി ഉപയോഗിക്കപ്പെടുന്നില്ലെന്നോർത്ത് നീ സ്ട്രഗിൾ ചെയ്യണ്ടോ. ഇന്നത്തെ ദിവസം അഭിഷേകം ചിലരെ ദൈവം തൊടുന്നു, ചിലരെ ദൈവം തൊടുന്നു, ചിലരെ ദൈവം തൊടുന്നു, ചിലരെ. ഇത് അഭിഷിക്തന്മാർക്കുള്ള പ്രവചന സന്ദേശമാ. ഇത് നിങ്ങളെ പുറത്തെടുക്കുന്ന ദൈവിക ദൂത. ഓ ശാഖ റഭ ധന ധന ധര. അഭിഷേകം തൊടുക, അഭിഷേകം തൊടുക. ചിലരെ ദൈവം തൊടുക, ചിലരെ ദൈവം തൊടുകയാ. ഓ റീബ റബ ധന ധന ധര ധന ധന ശബര ബലഗടക ചുടര ബല ബല ബല. ഇനി ഞാൻ എങ്ങനെ പറയാമേ, ഈ കഴിഞ്ഞ മാസങ്ങളിൽ നിന്റെ ആത്മീയ തലത്തിൽ നീ അനുഭവിച്ച സ്ട്രഗിളുകൾ, നീ അനുഭവിച്ച എന്താ പറയുക ഞെരുക്കങ്ങൾ, നീ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ശുശ്രൂഷിക്കാൻ കൊതിയുണ്ടായിട്ടും വേണ്ടുമെന്ന് ശുശ്രൂഷിക്കാൻ കഴിയാതെ എവിടൊക്കെയോ നീ മനസ്സുകൊണ്ട് ഞെരുങ്ങിയെങ്കിൽ ആത്മാവർന്നില്ല. അത് നിന്റെ ലൈഫിൻ്റെ അടുത്തൊരു ചലനത്തിന് വേണ്ടിയാ. ദിവസം ഇപ്പുറത്തിരിക്കുന്ന അച്ഛനെ വിളിക്കാം, ദിവസം എഴുന്നേക്കാവും. കർത്താവിനോട് പറയുന്നു, കഴിഞ്ഞ ചില മാസങ്ങളായി മനസ്സുകൊണ്ട് ശത്രു നിന്നെ എവിടൊക്കെയോ ഞെരുക്കി. പക്ഷെ കർത്താവ് പറയുന്നു, അടുത്തൊരു പദ്ധതിയിലേക്ക് അഭിഷേകം നിന്നെ അസാധാരണമായി കരം പിടിക്കാൻ പോവുക. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ അങ്ങനെ തന്നെ ദൈവനോട് പറയാൻ പറയുന്നു, നിന്നിലൂടെ ഒരു ദൈവത്തിൻ്റെ വലിയ പദ്ധതി നിറവേറപ്പെടാനുണ്ട്. നീ അടക്കം, നിന്റെ കുടുംബമടക്കം, നിന്റെ ദേശമടക്കം ചലിക്കുന്ന ഒരു അത്ഭുതം സ്വർഗത്തിലെ തമ്പുരാൻ നിന്റെ മേൽ കൈമാറാൻ പോകുക. ഒരു വലിയ അധികാരത്തെ പരിശുദ്ധാത്മാവ് ഈ രാത്രി നിന്റെ മേൽ കൈമാറുന്നു. ഞാൻ കാണുന്നു, സകല ഭൂതങ്ങളെ പുറത്താക്കാൻ, വ്യാധികളെ സൗഖ്യമാക്കാൻ, സ്വർഗരാജ്യം പ്രസംഗിക്കാൻ, രോഗികൾക്ക് സൗഖ്യം വരുത്താൻ യേശു ശിഷ്യന്മാർക്ക് അധികാരം നൽകിയതുപോലെ ഇന്ന് രാത്രി വ്യത്യസ്തമായ ഒരു അധികാരത്തെ എത്ര പേര് വിശ്വസിക്കാൻ? ഞാൻ പറയാം, ഇതിനകത്ത് എല്ലാവരും, ഞാൻ ആ ദൂതൊന്ന് ചിന്തിച്ചു നോക്കി. കഴിഞ്ഞ ഈ 50 ദിവസങ്ങൾ കൊണ്ട് പത്രോസ് കടന്നുപോയ മാനസിക പിരിമുറുക്കം, ഒരു രീതിയിൽ പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അനുഭവമല്ലേ? ഒരു രീതിയിൽ പോലും ആരാധിക്കാനോ ദൈവത്തിനോട് നിൽക്കാൻ പറ്റാത്ത അനുഭവത്തിലൂടെ അല്ലേ? പക്ഷെ ഒറ്റ വാക്ക്, അടുത്ത പദ്ധതിക്കകത്ത് അവനായിരുന്നു മുന്നിൽ. ഞാൻ പറയാം, വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ ഓർത്തോണം, നീ പുറത്തു വരാൻ സമയമായി. ഇതിനകത്ത് എനിക്കറിയത്തില്ല, അഭിഷിക്തന്മാരെല്ലാം ദൈവം പ്രവചിക്കുകയാണ്, നിങ്ങളെല്ലാം ദൈവം മാനിക്കാൻ പോവാ. ദിവസം വെള്ളഷട്ട് ദിവസനെ കേട്ടോ, ഒന്ന് എഴുന്നേക്കോ. ഞാൻ കാണുന്ന അഭിഷിക്തനെ ദൈവം നിങ്ങളെ ശക്തമായിട്ട് മാനിക്കും. നിങ്ങളെക്കുറിച്ചുള്ള ചില വിധികളെ തമ്പുരാൻ തിരുത്തി എഴുതും. ഇവനുമുണ്ട് ഗണത്തിലെന്ന് ചോദിക്കത്തക്ക നിലയിൽ ചിലരുടെ നടുവിൽ സ്വർഗം നിന്റെ പേരിനെ എഴുതി ചേർക്കാൻ പോവാ. എനിക്കറിയത്തില്ല, നിന്നെ ദൈവം ആളും മാറിയവനെ പോലെ ഈ രാത്രികാലം പുറത്തെടുക്കുന്ന രാത്രിയാണെന്ന് സ്വർഗം നിന്നെ നോക്കി ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. നിന്റെ മേൽ മാത്രമല്ല, നിന്റെ സന്തതികളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം പകർന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ മേലും നിന്റെ തലമുറകളുടെ മേലും കർത്താവ് കൈമാറാൻ പോകുന്നെന്ന് കർത്താവ് നിങ്ങളോട് ശക്തമായി പ്രവചിക്കാൻ പറയുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പോൾ നിങ്ങൾ നിരാശകളെ നിങ്ങൾ എടുത്തു കളയുക. മനുഷ്യന് ബലഹീനതകളുണ്ട് എന്നും പറഞ്ഞ് തെറ്റിലേക്കുള്ള ഒരു ദൂതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാം, ഒരു കുറവുള്ള പത്രോസിനെ ദൈവം മുൻനിരയിൽ കൊണ്ടുവന്നില്ലേ? ഞാൻ പറയാം, നമ്മുടെ ക്യാരക്ടർ ദൈവത്തിന് അറിയാം. പക്ഷേ ഞാൻ പറയാം, ദൈവസ്നേഹത്തെ നമ്മൾ തിരിച്ചറിയാൻ തയ്യാറായാൽ ഏതൊരവസ്ഥയിൽ നിന്നും ദൈവം നമ്മളെ കരം പിടിച്ച് കയറ്റും. മുടിയനെ പുത്രൻ ചെയ്ത പാപത്തെ അപ്പൻ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. സഹോദരന് ഇഷ്ടമല്ല അവൻ ചെയ്ത പാപത്തെക്കുറിച്ച് പറയുമ്പോൾ.
പക്ഷെ അപ്പൻ എന്നിട്ടും അവൻ്റെ മോതിരം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, ചെരുപ്പ് കൊടുത്തു, വീട്ടിനകത്ത് മുഴുത്ത കാളയെ കണ്ടിച്ച് വലിയ ആഘോഷങ്ങളോടെ മകനെ വരവേറ്റതെന്നറിയോ? നഷ്ടപ്പെട്ട മകനായിരുന്നു തിരിച്ചു കിട്ടിയെന്ന്. അവൻ്റെ ലൈഫിലെ തോൽവിയല്ല അപ്പന് വിഷയം, അവൻ മടങ്ങി വരാൻ കാണിച്ച മനസ്സാ വിഷയം. ഇന്ന് രാത്രികാലം തെറ്റില്ലാത്ത മനുഷ്യനില്ല, ബലഹീനല്ലാത്ത മനുഷ്യരില്ല. പക്ഷെ ഇന്ന് രാത്രി ഒന്ന് ഞാൻ പറയാം, അനുദപിക്കാൻ, ദൈവത്തോട് അടുത്തു വരാൻ ഈ രാത്രികാലം നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു മനുഷ്യനെയും ഉപയോഗിക്കാത്തതുപോലെ എൻ്റെ ദൈവം നിന്നെ മാനിച്ചിരിക്കും. നിന്നെ കുറ്റപ്പെടുത്തുന്ന, നിന്നെ ഒറ്റപ്പെടുത്തുന്ന, നിനക്കെതിരെ വിധി പറയുന്ന അതേ ജനത്തിന്റെ മുമ്പിലൂടെ തന്നെ നിന്നെ ഒരു ചരിത്രമാക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഉണർവിനകത്ത് ഈ പത്രോസ് എന്ന് പറഞ്ഞ മനുഷ്യനെ ദൈവം മുൻനിരയിൽ നിർത്തി. അപ്പോൾ നമ്മളെല്ലാവരും ഇനി എവിടെ വരാൻ പോവാ? മുൻനിരയിൽ. ഒരു ആമേൻ പറഞ്ഞേ. ഞാൻ മുമ്പ് പറഞ്ഞ സാഹചര്യം നോക്കിയാൽ ഏറ്റവും പുറയിൽ ഇരിക്കേണ്ടവനാണ് പത്രോസ്. പക്ഷെ ദൈവം ഇരുത്തിയില്ല. ദൈവം അവൻ എവിടെ കൊണ്ടുവന്നു? വിശ്വസിക്കാവോ? നീ എവിടൊക്കെയോ ഒതുങ്ങിപ്പോയി, നോ, ദൈവം നിന്നെ വിടത്തില്ല. എവിടെയോ നീ പിന്മാറി, ദൈവം നിന്നെ വിടത്തില്ല. എവിടെയോ നിനക്ക് നഷ്ടം ഉണ്ടായി, ദൈവം നിന്നെ വിടത്തില്ല. കാരണം ആ മാസ്റ്റർ പ്ലാനകത്ത് നീ ഉണ്ടെന്നേ. കാരണം അതുകൊണ്ട് നിന്റെ കയ്യിൽ തന്നെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കർത്താവ് ഏൽപ്പിച്ചത്. ആ പദ്ധതിയാണ് നിന്റെ തലമേൽ ദൈവം ഇട്ടത്. അതുകൊണ്ട് നിന്നെ തകർക്കാൻ ദൈവം ശത്രുവിന് ഇടം കൊടുക്കത്തില്ല. ഇന്ന് അവിടുന്ന് ചിലതിനെ ദൈവം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു രാത്രിയായി ദൈവം തീർക്കുകയാണ്. ഓക്കെ, ഞാൻ ചിന്തയിലേക്ക് വരാം. അങ്ങനെ 120 പേർ ഒരുമിച്ച് മർക്കോസിന്റെ മാളിക മുറിയിൽ വലിയൊരു വാഗ്ദത്തത്തിന് വേണ്ടി അവർ കാത്തിരിക്കാം. ചിന്ത ശ്രദ്ധിക്കണേ. അവിടെ 10-ാം ദിവസമാണ് പെന്തക്കോസ്ത് നാൾ വന്നത്. എൻ്റെ അവിടെ ബൈബിളിലില്ല, എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. 9-ാം ദിവസമായപ്പോഴായിരിക്കാം ഇവരുടെ ഉള്ളിനകത്തൊരു ചിന്ത വന്നത്. ഇതിനകത്തൊരു വലിയ വിടവ് കിടപ്പുണ്ട്. 2 കാര്യം. ഒന്ന്, കർത്താവെ നിന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിനും, രണ്ടാമത്തെ കാര്യം പറയുന്നു യൂദ ഒഴിഞ്ഞു പോയ അപ്പോസ്തോലിക ദൗത്യം നിർവഹിക്കേണ്ടതിനും ഈ ഇരുവരിലേവനെ എന്ത് ചെയ്യണം? തെരഞ്ഞെടുക്കണം. അപ്പോൾ 2 പേരെ കാണിച്ചിട്ട് പറയുന്നു ഇവരിൽ ഒരാളെ തെരഞ്ഞെടുക്കണം. ഒരു ആമേൻ പറഞ്ഞേ. അതിനകത്ത് 2 പേര്, ഒന്ന് യോസെഫ് ഉണ്ട്, 2 മത്തിയാസ് ഉണ്ട് അല്ലേ? ഈ 2 പേരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന് മുമ്പ് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. എന്നറിയോ? ആകയാൽ കർത്താവായ യേശുവിനെ സ്നാനപ്പെടുത്തിയ നാൾ മുതൽ അവൻ സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്നിരുന്ന, ശ്രദ്ധിക്കണേ, നമ്മുടെ ഇടയിൽ പറഞ്ഞേ, സഞ്ചരിച്ച് പോന്നിരുന്ന ഒരുവനെ എന്ത് ചെയ്യണം? ഈ സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. അപ്പോൾ മത്തിയാസിനെ കുറിച്ച് 2 കാര്യം പറയാം. അവിടെ വചനം പറഞ്ഞു, യേശു സ്നാനപ്പെട്ട നിമിഷം സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപേണ അവൻ്റെ മേൽ ഇറങ്ങി. ഒറ്റ വാക്കി പറയാം, അന്ന് യേശുവിനെ സ്നാനപ്പെട്ടപ്പോൾ മുതൽ മത്തിയാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ കൂട്ടത്തിലുണ്ട്. ഹലോ, യേശുവിൻ്റെ ക്രൂശീകരണം, യേശുവിൻ്റെ എന്താ പറയുക, സ്വർഗാരോഹണ സമയം വരെയും ആരവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഒരു ചിന്ത, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷം 4 സുവിശേഷം പഠിച്ചാലും മത്തിയാസിനെ കുറിച്ച് പറയുന്നു പോലും അങ്ങനൊരു മനുഷ്യനെ കേൾക്കുന്നു പോലും ഇല്ല. പക്ഷെ ഒറ്റ വാക്കി പറഞ്ഞാൽ സകലയിടത്തും ആരുണ്ട്? പറഞ്ഞേ, എൻ്റെ ഭാഷയെ പറഞ്ഞ, എവിടെ യേശു ഉണ്ടോ അവിടെ ആരുണ്ട്? എവിടെ ഉയർപ്പുണ്ടോ അവിടെ മത്തിയാസ് ഉണ്ട്. എവിടെ അത്ഭുതം ഉണ്ടോ അവിടെ മത്തിയാസ് ഉണ്ട്. എവിടെ ദൈവപ്രവൃത്തി ഉണ്ടോ അവിടെ മത്തിയാസ്. യേശുവിനെ വിടാതെ. പക്ഷേ കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് അവനെക്കുറിച്ച് ഒരു അറിവ് പോലും. ഇതേപോലെ ചില ദൈവമക്കൾ, സ്തോത്രം പറഞ്ഞേ, ഒറ്റ ഉപവാസ പ്രാർത്ഥന മുടക്കത്തില്ല. പോയി ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞേ കൂടുണ്ട്. പക്ഷെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അയ്യോ ആരുമില്ല, കേട്ടില്ല. എന്തെങ്കിലും പ്രാപിച്ചെന്ന് ചോദിച്ചാൽ പറ. പക്ഷെ ഇന്നത്തെ ദൂത് നിങ്ങളോടാ. ഇന്നത്തെ ദൂത് ആരോടാ? ഞാൻ പറയാം, നിന്നെ ഒരു പക്ഷെ ആരും കണ്ടില്ലെന്ന് പറഞ്ഞ് ഒരു സമയത്ത് നിന്നെ മാറ്റി നിർത്തിയേക്കാം. പക്ഷെ ഒറ്റ ദൂത്, ദൈവം നിന്നെ മാറ്റി നിർത്തത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, ഒന്നുകൂടെ പറയാവേ. ലൂക്കോസ് 9 പറയുന്നു, സകല ഭൂതങ്ങളെ പുറത്താക്കാൻ, വ്യാധികളെ സൗഖ്യമാക്കാൻ, സ്വർഗരാജ്യം പ്രസംഗിക്കാൻ, രോഗികൾക്ക് സൗഖ്യം വരുത്താൻ യേശു ശിഷ്യന്മാർക്ക് ശക്തിയും അധികാരം കൊടുത്തപ്പോൾ ഒരു പക്ഷെ മത്തിയാസും അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ അവരിൽ പകർന്നു, ആർക്ക് കിട്ടിയില്ല? പറഞ്ഞേ. കൂടെ നിൽക്കുന്നവരൊക്കെ കയറി പോകുന്നു, കൂടെ നിൽക്കുന്നവരൊക്കെ ഉയരുന്നു, കൂടെ നിൽക്കുന്നവർ അഭിഷേകത്തിൽ ശക്തരാകുന്നു, കൂടെ നിൽക്കുന്നവർ ശുശ്രൂഷയിൽ കയറിപ്പോയി. നമുക്ക് ശേഷം വന്നവർ ശക്തന്മാരെ പോലെ ഉപയോഗിക്കപ്പെടുന്നു. പക്ഷെ നമ്മൾ ഇന്നും ഒരേ അവസ്ഥയിൽ. അയ്യോ, മത്തിയാസിനെ ചിന്തിച്ചാൽ അവനെ കുറിച്ച് ഒന്നും കേൾക്കുന്നു പോലുമില്ല.
യേശു സ്വർഗാരോഹണം ചെയ്ത ശേഷവും അവൻ യേശുവിനെ വിടുന്നില്ല. മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ 10 ദിവസം കാത്തിരിക്കുമ്പോഴും കൂട്ടത്തിൽ ഒരുവനെ പോലെ അവിടെ ഇടയിൽ കയറി മത്തിയാസ് ഇരിക്കുക. സത്യത്തിൽ അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തനിക്ക് വേണ്ടി ഇന്നൊരു അപ്പോസ്തോലിക പദവി വെളിപ്പെടുമെന്ന്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ചിലരെ നോക്കി ശക്തമായി പ്രവചിക്കുന്നു. എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും എല്ലാ മീറ്റിങ്ങുകളും മുടങ്ങാതെ നീ വരുന്നുണ്ട്. പക്ഷെ നീ ആഗ്രഹിക്കുന്ന വിടുതലോ ഒരു ദൈവപ്രവൃത്തിയോ ഇന്ന് വരെ നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കിയ ഈ പ്രവചനം പറയുന്നത്, ഇന്നലകളിൽ തരാത്തത്, ഇന്നലകളിൽ നടക്കാത്തത്, ഇന്നലകളിൽ സംഭവിക്കാത്ത ഒരു വലിയ ആത്മനിയോഗം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കൈമാറാൻ ഈ രാത്രി ചിലരുടെ മേൽ ഒരഭിഷേകം ചലിക്കപ്പെടുന്നു. ഒഴിവാക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട ചിലരെ നീ പറയുന്നില്ല, എന്നെ കാണുന്നില്ല, എന്നെ അറിയുന്നില്ല, ദൈവം എൻ്റെ വിഷയം മാത്രം കേൾക്കുന്നില്ല, ദൈവം എന്നെ മാത്രം എന്തേ അറിയുന്നില്ല, നീ ഒത്തിരി മനസ്സുകൊണ്ട് തളരുന്നില്ലേ, ഒത്തിരി ഹൃദയം കൊണ്ട് നീ നിറങ്ങുന്നില്ലേ. പക്ഷെ കർത്താവ് പറഞ്ഞു, കുഞ്ഞെ ഇന്ന് രാത്രി നിന്റെ രാത്രിയാ. ഞാനിങ്ങനെ ആത്മാവിൽ പറയാവേ, മത്തിയാസിനെ എപ്പോൾ തിരഞ്ഞെടുത്തോ അടുത്ത അധ്യായം തുറന്നത് ബെന്തക്കോസ് എന്ന് പറഞ്ഞോണ്ടാ. അതിൻ്റെ അർത്ഥം ഇവനെ കൂടെ അകത്ത് കയറ്റിയാലേ ബെന്തക്കോസ് തുറക്കൂ. ഞങ്ങൾ ദൂത് കയറിയില്ല, ദൂത് കയറി. ഇന്ന് പകൽ ആത്മാവിനോട് ഇന്ന് രാത്രി നിന്നെ കൂടെ ദൈവത്തിനകത്ത് കയറ്റണം. ഹലോ, ഇന്നലകൾ ഉപയോഗിക്കപ്പെടാതെ കിടന്ന പോരാ 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 ഇന്നലകൾ അറിയപ്പെടാതെ കിടന്ന, ഇന്നലകൾ ഒഴിവാക്കപ്പെട്ട ചിലരുടെ മേൽ ഇന്ന് രാത്രി ഒരു അഭിഷേകം ചലിക്കുന്നു. വിശ്വസിക്കുന്നവർ ശക്തിയോടെ പോരാ 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 ചിലരെ ദൈവം ശക്തമായി തൊടുക. നിന്നെ കൂടെ ദൈവത്തിന് കയറ്റണം, നിന്നെ കൂടെ ദൈവത്തിന് കയറ്റണം. ഒന്ന് ചിന്തിച്ചേ, എല്ലായിടങ്ങളും ഉണ്ടായിട്ടും ഒരു മറുപടി ഇല്ലാത്തൊരു മനുഷ്യൻ. നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ ഒത്തിരി എല്ലാ മീറ്റിംഗ് കൂടെ നിൽക്കുന്ന ഒരാളെ അതിനുശേഷം വന്നവർ ഉപയോഗിക്കപ്പെടുക, അഭിഷേകം പ്രാപിക്കുകയോ പ്രയോജനപ്പെടുകയോ മറുപടി കാണുകയോ ഉയർച്ച പ്രാപിക്കുകയോ ചെയ്താൽ എന്നും വരുന്നവർ എന്താ പറയും, ഈ വ്യക്തി ഇവൻ വെറുതെ വരിക. ഒരു ആമേൻ പറഞ്ഞേ. ഇവൻ പ്രാർത്ഥിക്കുന്നത് വെറുതെയാ, ഇവൻ ആരാധിക്കുന്നത് വെറുതെയാ, ഇവൻ ഒരു മറുപടി ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല പറ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്നെ ദൈവം കാണാതിരിക്കുകയല്ല. ഹലോ, നിന്റെ വിഷയം ദൈവം എന്താ പറയുക കാണാതിരിക്കുകയല്ലെന്ന്. നിനക്ക് വേണ്ടി ദൈവം ഒരത്ഭുതം വേണ്ടി ദൈവം ചെയ്യും. അത് നീ പ്രതീക്ഷിക്കാത്ത അളവിൽ, നീ നനച്ചിട്ടില്ലാത്ത അളവിൽ, നിനക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത അളവിൽ, നിനക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത അളവിൽ ഇന്ന് രാത്രി നിന്നെ തേടി ഇതിനകത്ത് കരയുന്ന ചിലർക്ക് വേണ്ടി ഒരഭിഷേകം ഇറങ്ങി വരുന്നു. ചിലരുടെ മേൽ രാത്രി വലിയൊരു അഭിഷേകം പകരുക 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 പകരുക. ചിലരുടെ മേൽ അങ്ങനെ ഒരു അഭിഷേകം ചലിക്കട്ടെ. എനിക്കറിയാം, ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില ഹൃദയത്തിനകത്ത് ഭയങ്കരമായി ഈ ദൂത് സ്പർശിക്കപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നിന്റെ രാത്രിയാണ് ഇത് കേട്ടോ. എന്നും കാണാത്ത വിടുതൽ, എന്നും അനുഭവിക്കാത്ത അനുഗ്രഹങ്ങൾ, എന്നും നീ മാത്രം ഒഴിവാക്കപ്പെട്ടവനെ പോലെ എല്ലാ കാലത്തിലും മുമ്പിലുണ്ട്. ചർച്ചിൻ്റെ എല്ലാ കാലത്തിലും മുമ്പിലുണ്ട്. സ്തോത്രം. എല്ലാ വിഷയത്തിനകത്ത് നീ കൂടുണ്ട്, ശരിയാ. പക്ഷെ നിന്റെ വിഷയത്തിനകത്ത് മാത്രം ഒരു മറുപടി ഇല്ലാതെ ഇന്നലകളിൽ നീ തഴയപ്പെട്ടെങ്കിൽ, ഒഴിവാക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞു, കുഞ്ഞേ ഇന്നത്തെ രാത്രിയിൽ ഒരു മനുഷ്യന് കാണാത്ത അത്ഭുതങ്ങൾ ഇന്ന് രാത്രി മുതൽ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ തമ്പുരാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അത് ചെറിയ തോതിലല്ല വെളിപ്പെടാൻ പോകുന്നത്. ഇന്ന് രാത്രി ഒരു വലിയ സെലക്ഷൻ. പോരാ 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 ഈ രാത്രി ചിലരുടെ മേൽ ചില സെലക്ഷനുകൾ വീഴട്ടെ. അഭിഷേകത്തിന്റെ അടുത്തൊരു ദൗത്യം ചുമക്കാൻ. അഭിഷേകത്തിന്റെ അടുത്തൊരു ദൈവകൃപ ചുമക്കാൻ സ്വർഗം ഈ രാത്രി നിന്നെ അഭിഷേകം ചെയ്യുക. അഭിഷേകത്തെ ചുമക്കാൻ കർത്താവ് ഈ രാത്രി നിന്നെ അധികാരപ്പെടുത്തുക. ശക്തിയോടെ 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 ഒരു വലിയ അഭിഷേകം ചുമക്കാൻ കർത്താവ് ഈ രാത്രി നിന്നെ ശക്തിപ്പെടുത്തുക. അടുത്തൊരു അഭിഷേകം ചുമക്കാൻ, അടുത്തൊരു ദൈവദൗത്യം ചുമക്കാൻ കർത്താവ് നിന്നെ രാത്രി അഭിഷേകം ചെയ്യുക.
ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. ഓ റാബാലാബാല ഹദരഗട. അടുത്തൊരു അഭിഷേകം നീ ചുമക്കുക. അടുത്തൊരു അഭിഷേകം നീ ചുമക്കുക. മത്തിയാസിനെ സെലക്ട് ചെയ്തതുപോലെ ഒരു വിശേഷപ്പെട്ട ദൗത്യം. ഓ ശൂടം ഭാര ഭാല ഭാല ഭാല. മുടങ്ങിപ്പോയി, നടക്കുന്നില്ല. തുടങ്ങിയപ്പോൾ മുതൽ കൂടുണ്ട്, പക്ഷെ മറുപടികൾ തടയപ്പെടുന്നില്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോകുക. ഈ രാത്രി വ്യത്യസ്തമായ ഒരു അഭിഷേകം ഈ രാത്രി നിന്റെ തലമേൽ കൈമാറുന്നു ദൈവം. എത്ര ദൈവമക്കൾ രാത്രികാലം വിശ്വസിക്കും? ഇന്ന് രാത്രി നിന്റെ രാത്രിയാണ്. ഈ രാത്രി മുടങ്ങിപ്പോയ പല വിഷയത്തിനകത്തും നീ പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം ഈ രാത്രി കർത്താവ് ചെയ്യാൻ പോവാ. ഞാനിങ്ങനെ പറയാം, കൂട്ടത്തിനകത്ത് ഒരുവനെ പോലെ പോകാൻ കൊതിച്ചവനാ മത്തിയാസ്. പക്ഷെ കൂട്ടത്തിനകത്ത് ഒരുവനെ പോലെ പോകാൻ ദൈവം സമ്മതിച്ചില്ല. ഇന്ന് രാത്രി ഇതിനകത്ത് കൂട്ടത്തിൽ ഒരാളെ പോലെ ആരാധിച്ചും പ്രാർത്ഥിച്ചും എങ്ങനെങ്കിലും പോകാമെന്ന് നീ നനയ്ക്കുന്നുണ്ടെങ്കിൽ സ്വർഗം പറഞ്ഞത്, കുഞ്ഞെ, അങ്ങനെയുള്ള വ്യക്തിയായിട്ടല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. വിശ്വാസം വരുന്നില്ല. കൂട്ടത്തിനകത്ത് ഒരുവനെ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാ മത്തിയാസ് അകത്ത് കയറിയത്. പക്ഷേ വചനം പറഞ്ഞ അപ്രതീക്ഷിതമായി അവന്റെ പേർക്ക് സെലക്ഷൻ വീണതുപോലെ ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരുടെ മേൽ അസാധാരണമായ ഒരു സെലക്ഷൻ ഈ രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. യെസ് 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 യെസ്. ചിലരെ ദൈവം വ്യത്യസ്തരാക്കാൻ പോകുകയാ. ചിലരുടെ മേൽ വ്യത്യസ്ത അഭിഷേകം പകരുന്നു. കൂട്ടത്തിൽ ഒരുവനെ പോലെ എങ്ങനെയും പോകാനല്ല, ഈ രാത്രി അഭിഷേകത്തിന്റെ അടുത്തൊരു പദ്ധതി. മോനെ വിളിച്ച് വർഷിപ്പ് ചെയ്ത മോനെ. മോനെ, ദൈവം എന്നോട് പറയുന്നു, കൂട്ടത്തിൽ ഒരുവനെ പോലെ എങ്ങനെയും നിൽക്കാനില്ല. കർത്താവ് പറഞ്ഞു, നിന്നെ മുൻനിരയിൽ ദൈവം കൊണ്ടെത്തിക്കും. ശക്തന്മാരുടെ ഗണത്തിൽ നിന്റെ പേരെഴുതി ചേർക്കുന്ന ഒരു സീസൺ വെളിപ്പെടുന്നെന്ന് കർത്താവ് ഇന്ന് രാത്രി നിന്നെ നോക്കി ശക്തമായി പ്രവചിക്കുക. ഞാൻ കാണുന്നു മത്തിയാസിനെ പോലെ നിന്റെ ഹൃദയം നല്ലതാ. എല്ലാത്തിലും എല്ലാ ഇടങ്ങളിലും പ്രാർത്ഥന, എല്ലാത്തിലും നീ വില കൊടുക്കുന്നൊരു പൈതല. പക്ഷേ ആഗ്രഹിക്കുന്നതിലേക്ക് എത്തപ്പെടാൻ കഴിയാതെ കൂട്ടത്തിൽ ഒരുവനെ പോലെ നിൽക്കാൻ നിന്നെ വെല്ലുവിളികൾ വ്യക്തികൾ ചിന്തിക്കുമ്പോൾ സ്വർഗം പറഞ്ഞില്ല, മോനെ, നീ ഒരാൾ മാറിയവനെ പോലെ മാനിക്കപ്പെടാൻ പോകുക. ഈ രാത്രി മത്തിയാസിന്റെ പേരിൽ ഒരു സെലക്ഷൻ വീണതുപോലെ ഇന്ന് രാത്രി നിന്റെ മേലൊരു വലിയ സെലക്ഷൻ വീഴുന്നു. അടുത്തൊരു അഭിഷേകത്തിന്റെ ദൗത്യം വ്യത്യസ്തമായി ദൈവം നിന്റെ കരത്തിൽ കൈമാറുന്നു. ഓ, നീ പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ ചർച്ചാ വിഷയമായി മാറും. പലർക്കും നീ ഒരു അത്ഭുതമായി തീരാൻ പോകുന്നു. ഈ രാത്രി വേറിട്ടൊരു അഭിഷേകം. ഓ, ശക്തിയോടെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. എത്ര പേര് ആമേൻ പറയുന്നവരുണ്ട്? ഇനി ശ്രദ്ധിക്കണേ, ഈ രാത്രി നമ്മുടെ ഇടയിൽ ചിലർക്ക് വേണ്ടി ചിന്തിക്കാൻ പറ്റാത്ത സെലക്ഷൻ വീഴാൻ പോവാം. ഇങ്ങനെ പറയാം, എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് ചിന്തിച്ചവരെ ദൈവം ഇനി അങ്ങനെ എന്ത് ചെയ്യത്തില്ല. പറ, വിടുവോ? ബ്ലൂ ഷർട്ട് ഇട്ടാച്ചാ കേട്ടോ, ഒന്ന് എഴുന്നേക്കാം. പക്ഷേ ആദ്യമായിട്ട് കണ്ടിരുന്നില്ല. പക്ഷേ ദൈവം പറഞ്ഞു, നിങ്ങൾ എങ്ങനെയും ഇനി പോകത്തില്ല. നിങ്ങളെ ദൈവം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി കയറ്റും. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തെ പലരും ദൈവം സന്ദർശിക്കും. നിങ്ങൾ ഈ ആലയത്തിന് ഒരു വലിയ ഒരു മുതൽക്കൂട്ടായി മാറാൻ പോവാം. ഈ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി കരയാനും സഭയുടെ പല കാര്യത്തിനകത്തും പലരും എത്തുന്നതിന് മുമ്പ് നിങ്ങളെത്തി പാസ്റ്ററോട് കൂടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ ശക്തമായി പണിയുന്ന രാത്രിയാണെന്ന് ദൈവം ഇന്ന് രാത്രി നിന്നോട് ശക്തമായി നോക്കി പ്രവചിക്കാൻ പറയുന്നു. ഈ രാത്രി നിന്റെ ആയുസ്സിനോട്, ആരോഗ്യത്തോട് ഒത്തിരി വെല്ലുവിളികൾ അഭിമുഖിച്ചൊരു മനുഷ്യനാണ് നീ. നിന്നെ മരണത്തിനകത്തുനിന്ന് കർത്താവ് വിടുവിച്ചതാ. നിന്റെ ഇനിയുള്ള ആയുസ് കർത്താവിന് വേണ്ടിയിട്ടുള്ളതാ. കർത്താവ് ഇന്ന് രാത്രി നിന്നെ വ്യത്യസ്തമായി സന്ദർശിക്കും. നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ തലമുറകളുടെ മേലും ഒരു അത്ഭുതം എന്റെ ദൈവം ഈ രാത്രികാലം കൈമാറാൻ പോകുകയാ. ഓ, വിശ്വസിക്കുന്നവർ ശക്തിയോടെ ആമേൻ. പക്ഷേ ഞാൻ ആത്മാവിലൊരു വെളിപ്പാട് കാണാം. പക്ഷേ നമ്മൾ സഭയിൽ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ആരാധ്യ, പക്ഷേ അവരെക്കാൾ പുള്ളി ഭയങ്കര സ്പീഡപ്പ് പുള്ളി കയറി വരും. അഭിഷേകത്തിന് വില കൊടുക്കും. ദൈവസഭയ്ക്ക് വേണ്ടി എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ ഇദ്ദേഹത്തെ സഭയ്ക്ക് വേണ്ടി കാണുക. പക്ഷേ വിശ്വസിക്കുന്നോ? നിങ്ങളുടെ ജീവിതം മാറാൻ പോട്ടോ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഭയങ്കര അത്ഭുതങ്ങളെ ചെയ്യാൻ തയ്യാറാണെന്ന് കർത്താവ് എന്നോട് പറയുന്നു. സന്തോഷമുള്ളൊരു ആമേൻ പറഞ്ഞേ.
അയ്യോ നിങ്ങൾക്ക് ഞാൻ പറയും ഇന്ന് രാത്രി എങ്ങനെങ്കിലും പോകാനല്ല. ബ്രദർ താടി മീശ വെച്ച് മോനെ എഴുന്നേറ്റെ, മോനെ എങ്ങനെയും പോകാനുള്ളതല്ല. നീ ദൈവത്തിൻ്റെ വലിയൊരു വിളി നിന്റെ മേൽ കിടപ്പുണ്ട്. അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ ഇരമ്യാവിനെ ദൈവം പ്രവാചകനായി കണ്ടതുപോലെ നിന്റെ മേൽ വലിയൊരു ദൈവിക വിളിയുള്ള പൈതലാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. നിലനിൽപ്പിനോട് ഭയങ്കര വെല്ലുവിളിയാണ്. എവിടെ ചെന്നാലും നിന്നെ കുറയ്ക്കാൻ പറ്റുന്ന, നിൽക്കാൻ പറ്റാതെ നിന്നെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഈ രാത്രി അഭിഷേകം നിന്റെ ലൈഫിനെ ഈ രാത്രികാലം തിരിക്കുന്ന രാത്രിയാണെന്ന് കർത്താവ് നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. എന്തോ ഒരു സെലക്ഷൻ നിന്റെ പേരുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ നടക്കും. നിനക്കൊരു പുതിയ ഒരു വഴി തുറക്കാൻ പോകുക. ഭൗതികമായി മാത്രമല്ല, ആത്മീയ ശുശ്രൂഷയിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ കർത്താവ് നിന്നെ കണ്ടിരിക്കുമെന്ന് കർത്താവ് ഇന്ന് രാത്രി നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. ഏറ്റവും ബാക്കിലിരിക്കുന്ന ബാക്കിൽ ഏറ്റവും പുറകിൽ കസേര ഹാഫ് ഷർട്ട് ഇട്ട അച്ഛൻ എഴുന്നേക്കോ. അച്ഛൻ നിങ്ങളുടെ ഹൃദയം ദൈവം അറിയുന്നുണ്ട് കേട്ടോ. മത്തിയാസിനെ പോലെ എല്ലാത്തിലും നിങ്ങളുണ്ട്, പക്ഷെ അർഹിക്കപ്പെടുന്നൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ രാത്രികാലം കർത്താവ് പറയുന്നു, ഒരു അഭിഷേകം പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ടപ്പോൾ മത്തിയാസിനെ അപ്പോസ്തോലിക ദൗത്യത്തിലേക്ക് അഭിഷേകം ചെയ്തതുപോലെ കൂട്ടത്തിൽ ഒരാളെ പോലെ ഒതുങ്ങി പോകാനല്ല, ഒരു പ്രത്യേക ദൗത്യവുമായി കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോകുക. നിങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ പോകുന്നു. അനവധി കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു. ഒരുപാട് ജനത്തെ നിങ്ങൾ സ്നാനക്കുളത്തേക്ക് നയിക്കാൻ പോകുക. ഒത്തിരി കുടുംബങ്ങളെ ദൈവസഭയിൽ നീ കൊണ്ടുവരാൻ പോകുന്നു. വലിയൊരു അഭിഷേകം നിന്നെ തൊടുക ഈ രാത്രിയിൽ. എത്ര പേര് ആമേൻ പറയുന്ന ഈ രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, അഭിഷേകം ചിലരെ ഒരു മത്തിയാസിനെ സെലക്ട് ചെയ്തതുപോലെ ചിലർക്ക് വേണ്ടി ചിന്തിക്കാൻ പറ്റാത്ത വലിയ സെലക്ഷനുകൾ വീഴുക. ആമേൻ. ഞാൻ തിരിച്ചു ഈ രാത്രികാലം എങ്ങനെ മത്തിയാസ് കൂട്ടത്തിനകത്ത് ആ ഉണർവിനകത്ത് അഭിഷേകം ചുമന്ന് റൂമിനകത്ത് നിൽക്കാൻ കൊതിച്ചവന്, പക്ഷെ വചനം പറഞ്ഞു അഭിഷേകം അവനെ പുറത്തിറക്കി. പക്ഷെ നമ്മുടെ സഭ ഒരു മിഷണറി സഭയാണ്. ഒത്തിരി ശുശ്രൂഷകന്മാർ ഇനി സഭയിൽ എഴുന്നേക്കും. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകന്മാരെല്ലാം ശക്തമായി കയറി വരും. അതുമാത്രമല്ല, അത് അകത്തുനിന്ന് ഒരു കൂട്ടം യൗവനക്കാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ട് കയറി വരുന്നൊരു സമയം എന്നെ കാണിക്കുന്നു. ഞാനിങ്ങനെ കാണുന്നു, ഭാഷ നിർത്താൻ പറ്റാതുള്ള ആത്മീയ ചലനങ്ങൾ ആലയത്തിനകത്തുണ്ടാവും. ഒത്തിരി കുഞ്ഞുങ്ങൾ യൗവനക്കാർ അഭിഷേകത്തെ ചുമന്ന് കരയുന്ന ഞാൻ കാണുന്നു. എന്തോ വലിയൊരു ചലനം തിരുവല്ലയിൽ ചലിപ്പിക്കാൻ അഭിഷേകം ദൈവസഭയെ കണ്ടിരിക്കുന്നെന്ന് കർത്താവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. വിചാരിക്കാൻ കഴിയാത്ത നിയോഗങ്ങൾ ആത്മാവ് സഭയിൽ കൈമാറുക. എത്ര പേര് ആമേൻ പറയും? ദാസനെ കർത്താവ് ഒരു ദൂന്ന് എഴുന്നേക്കും. കർത്താവ് പറയുന്നു, ദാവീദിന് സഹോദരങ്ങളുടെ ഒത്തിരി മുറിവുകൾ ഉണ്ടെങ്കിലും ദാവീദിനെ വചനം പറയുന്നു, സഹോദരങ്ങൾക്ക് നനയ്ക്കാൻ കഴിയാത്ത ഒരു രാജകീയ അഭിഷേകമാണ് അവൻ്റെ തലമേൽ ദൈവം പകർന്നിരിക്കുന്നത്. എന്നോട് കർത്താവ് പറഞ്ഞു, കുടുംബക്കാട് ആടമേൽ വീഴാത്ത ഒരു രാജകീയ അഭിഷേകം ചുമക്കുന്നൊരു വ്യക്തിയാണ് നീ. ദൈവം പറഞ്ഞു, അതുകൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് നീ പ്രതീക്ഷിക്കാത്ത രാജകീയ വഴികളും രാജകീയ അവസരങ്ങളും രാജകീയ നന്മകളും നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയുടെ അടുത്തൊരു മുഖം നിനക്ക് വെളിപ്പെടുക. അഭിഷേകത്തെ അടുത്തൊരു ദൈവ പദ്ധതിയിലേക്ക് കർത്താവ് നിന്റെ മേൽ ഷിഫ്റ്റ് ചെയ്യുന്നു. നീ ശക്തന്മാരുടെ പ്രവാചകന്മാരുടെ കൂടെ നിന്ന് നീയും ശുശ്രൂഷിക്കുമെന്ന് കർത്താവ് ഈ രാത്രി നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. സന്തോഷമുള്ളവർ ചേർന്ന് രാമേ പറഞ്ഞേ. എനിക്കറിയത്തില്ല, ദൈവം എനിക്ക് ആ ദൂതി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി പലരും ദൈവം പറഞ്ഞു, ഇങ്ങനെ സാധാരണക്കാരെ പോലെ ഒരു സാധാ മിനിസ്റ്റർ ചെയ്ത് പോകാനല്ല കർത്താവ് നിന്നെ കണ്ടിരിക്കുന്നത്. ഇടയ്ക്കിരിക്കുന്ന താടിയുള്ള ദിവസം ഒന്ന് എഴുന്നേക്കോ. ദിവസം ഞാൻ കാണുന്നു ഒത്തിരി പദ്ധതികൾ നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ ഒത്തിരി ദൈവിക സ്വപ്നങ്ങളിൽ പ്രകാരം പല കാര്യത്തിനകത്ത് സ്റ്റെപ്പ് വെച്ചൊരു മനുഷ്യനാണ്. പക്ഷെ സ്വർഗം പറയുന്നു, അതിനേക്കാൾ അപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് ഈ 2024 നിങ്ങളെ ഭയങ്കരമായിട്ട് അധികാരപ്പെടുത്താൻ പോവാ. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ദൈവിക വഴിത്തിരിവുകൾ
നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ തമ്പുരാൻ കൈമാറുക. ഞാൻ കാണുന്നു ഈ ആത്മീയരുടെ ഇടയിൽ നിന്ന് പോലും നിനക്കൊണ്ടായ ഒത്തിരി മുറിവുകളുണ്ട്. ശുശ്രൂഷകരുടെ ഇടയിൽ നിന്ന് പോലും നിനക്കൊണ്ടായ ഒരുപാട് വിഷമങ്ങളുണ്ട്. പക്ഷേ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ചിലരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവം നിന്നെ വേറിട്ടൊരു അഭിഷേകം ചുമപ്പിച്ച് പട്ടണങ്ങൾ, രാജ്യങ്ങൾ, ഞാൻ കാണുന്നു രാജ്യങ്ങൾ നിനക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി തുറന്നു വരുന്നെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിന്നോട് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. ഓ, നിന്റെ ഹെൽത്തിന്മേൽ ദൈവശക്തി ഇറങ്ങുക. നിന്റെ ആരോഗ്യത്തോട് വിരോധമായി ചലിക്കുന്ന ചില ക്ലേശങ്ങൾ ഈ രാത്രികാലം വഴിമാറുക. ദൈവം നിന്റെ ആരോഗ്യത്തെ തൊടുക. നിന്റെ ഹാർട്ടിന്മേൽ ഒരു ദൈവശക്തി ചലിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. നീ ഒരു പുതിയ പുതപ്പ് ചുമക്കുക. പുതിയൊരു ശുശ്രൂഷയെ കർത്താവ് നിനക്ക് കൈമാറുന്നു. ഓ, എങ്ങനെയും അങ്ങ് പോകാനല്ല, ഒരു വലിയ അഭിഷേകം ദൈവം നിന്റെ മേൽ പകരും. സത്യത്തിൽ ദൈവ വിളിക്ക് വേണ്ടി ഒത്തിരി സമർപ്പിക്കപ്പെടുകയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും ഞെരുങ്ങിപ്പോയൊരു മനുഷ്യനാണ്. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവം നിന്നെ അഭിഷേകത്തെ നിറയ്ക്കും. പുതിയ ദൗത്യങ്ങൾ ദൈവം നിന്നെ ഭരമേൽപ്പിക്കും. ഈ സഭയ്ക്ക് നീ ഒരു അനുഗ്രഹമായി തീരാൻ പോകുക. വ്യത്യസ്തമായ ദൈവിക അഭിഷേകത്തെ ഈ രാത്രി കർത്താവ് നിനക്ക് വേണ്ടി കൈമാറുന്നെന്ന് പരിശുദ്ധാത്മ ഈ രാത്രികാലം പറയുന്നു. മത്തിയാസെ കൂട്ടത്തിനകത്തിരുന്ന് പോകാനല്ല, വിശേഷപ്പെട്ട ഒരു അഭിഷേകം ഈ രാത്രി നിന്റെ തലമേൽ. സന്തോഷമുള്ളവർ ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഈ 2024 ആർക്കും തുറക്കാത്തതുപോലെ സ്വർഗം ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ഈ ഹോളിന് മീതെ തുറന്നു നിൽക്കുന്ന ഞാൻ കാണുന്നു. ചിലരുടെ ജീവിതം ഈ രാത്രിയിൽ സ്വർഗത്തിലെ തമ്പുരാൻ തിരിക്കാൻ പോകുകയാ. കേട്ടോ, എത്ര പേര് ആമേൻ പറയും? ഞാനൊന്നുകൂടെ പറയാം. ചിലർക്ക് വേണ്ടി ചില നറുക്കു വീഴാൻ പോവാം. ചിലർക്ക് വേണ്ടി ഞാൻ പറയാം. ഞാൻ അവിടെ രണ്ട് കാര്യം. ഒന്ന്, കർത്താവിൻ്റെ സ്ഥലത്തേക്ക് പോകണം, ഇല്ലേ? അതിനുമുമ്പ് യേശു ഒരിക്കൽ പറഞ്ഞു, ഈ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കാൻ നിങ്ങൾക്ക് 12 സിംഹാസനം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ യൂദയുടെ പേരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന സ്ഥലത്ത് അവനില്ല. ഒരു ആമേൻ പറഞ്ഞേ. അപ്പോൾ ഒരു സ്ഥാനം അവന് വേണ്ടി ഒഴിവാക്കിയിട്ടിരിക്കുക. 2, അപ്പോസ്തോലിക ദൗത്യം. ഒരു ആമേൻ, ആമേൻ. ഞാൻ ഒരു കാര്യം ആത്മാവിൽ വിളിച്ചു പറയാവേ. ദൈവത്തിൻ്റെ കൂടെ നടന്ന അവിശ്വസ്തത കാട്ടിയ യൂദയതയും ഒഴിവാക്കി വിശ്വസ്തനേതയും അകത്ത് കയറ്റി. 3.5 വർഷക്കാലം ഒന്നും നടന്നില്ലെങ്കിലും വിശ്വസ്തത. ഞാനെപ്പോഴും എൻ്റെ വൈഫിനോട് ഞാൻ പറയണം, മിൻസിമോനെ, ദൈവം നമ്മളെ ഉപയോഗിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ നമ്മൾ ഒത്തിരി ഉപസിക്കുന്നത് കൊണ്ടോ നമ്മൾ ഒത്തിരി ആരാധിക്കുന്നത് കൊണ്ടല്ല. ദൈവം നമ്മളിൽ നോക്കുന്ന ഒറ്റ കാര്യം, നമ്മൾ വിശ്വസ്തനാണോ എന്നാ. അയ്യോ പറഞ്ഞില്ല. എന്താ നോക്കുന്നേ? ഉറക്കെ പറ. ഒറ്റ കാര്യം പറ. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒറ്റ കാര്യം മതി, നീ വിശ്വസ്തനായി ജീവിച്ചാൽ മതി. അയ്യോ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ആമേൻ പറഞ്ഞേ. ആത്മീയയുടെ പേരിൽ കപടത കാണിക്കുന്ന ഒരാളെയും ദൈവം ഇനി വെച്ചോണ്ടിരിക്കത്തില്ല. ഇനി അവരുടെ കാലമല്ലെന്നേ ഞാൻ ഈ വചനത്തിൽ കൂടെ ആത്മാവിൽ പ്രവചിക്കുക. കർത്താവിനെ വിറ്റ് ജീവിച്ച വ്യക്തിയായിരുന്നു യൂദ. പക്ഷെ അവനെ ഒഴിവാക്കിയിട്ട് ഒരു മത്തിയാസിനെ സെലക്ട് ചെയ്തതുപോലെ ഈ 2024 ഞാൻ പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളായി എൻ്റെ പ്രാർത്ഥന റൂമിൽ ദൈവം എന്നോട് പറഞ്ഞൊരു ശബ്ദമുണ്ട്. എന്ന് വെച്ചാൽ ദൈവം ആത്മീയ ഗോളത്തെ പൊളിച്ചു പണിയാൻ പോവാ. എത്ര പേര് ആമേൻ പറയും? അവിശ്വസ്തയോടെ നിൽക്കുന്ന ചിലതിനെ കർത്താവ് ഔട്ടാക്കി കളയും. പുറത്തു വരുത്താതെ, പുറത്തറിയാതെ. ശമന രഹസ്യാതെ. എനിക്ക് നിങ്ങൾ കുറിച്ചിട്ടോ ഈ ദൂത്. 2024 ദൈവത്തിന് അവിശ്വസ്തരയല്ല വേണ്ടത്. ദൈവത്തിന് വേണ്ടത് വിശ്വസ്തരയാ. അറിയപ്പെടാതെ ഒതുങ്ങിപ്പോയ, സാഹചര്യങ്ങളില്ലാതെ മാറി നിന്ന് പോയ, അവസരങ്ങൾ കിട്ടാതെ, വേദികൾ കിട്ടാതെ ഒഴിവാക്കപ്പെട്ടുപോയ ചിലരെ തേടി പിടിക്കുന്ന ആത്മീയതയുടെ മറവിൽ കപടത കാണിക്കുന്ന പലതിനെയും ദൈവം സന്ദർശിക്കാൻ പോകുകയാ. ഈ സീസൺ ചില മത്തിയാസുമാർക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. ഈ സീസൺ മത്തിയാസുമാർക്ക് വേണ്ടി തുറക്കുക. ഈ സീസൺ മത്തിയാസുമാർക്ക് വേണ്ടി തുറക്കുക.
ഷുഡഗബര വൈശരബലഘടക ജുഡരബലഘടക ധുരബലബലബലബ. ഇന്ന് രാത്രി തിരിച്ചു വരട്ടെ, ദൈവസഭ തിരിച്ചു വരട്ടെ, ദൈവജനം തിരിച്ചു വരട്ടെ. ഈ മെസ്സേജ് ഇനി അടുത്ത സമയങ്ങളിൽ മീഡിയ ലൈവായി കേൾക്കാനിരിക്കുന്നതോട് ഞാൻ പ്രവചിക്കുന്നു, അവിശ്വസ്തയുടെ സീസൺ അല്ല. ദൈവത്തെ കബളിപ്പിച്ച സീസൺ തീരാൻ പോവുക. ദൈവത്തിന് അവിശ്വസ്തത കാട്ടിയ സീസണ് ദൈവം തിരുത്താൻ പോകുകയാ. ഓ ശബര വൈഡ പ്രൗഢബാല രഹസ്യ. പോരാ 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 പോരാ. ചിലരുടെ മുഖം മൂടി പൊളിയാൻ പോകുകയാ. വിശ്വസിക്കുന്ന ചിലരെ ദൈവം കരം പിടിച്ചു പൊക്കാൻ പോകുകയാ. ഓ ശാഖാധര ജനാധര. ദൈവശക്തി ചലിക്കുന്നു, ദൈവശക്തി ചലിക്കുന്നു, ദൈവശക്തി ചലിക്കുന്നു, ദൈവശക്തി ചലിക്കുന്നു. അഭിഷേകം ചിലരെ പിടിക്കുക ഈ രാത്രിയിൽ. ഓ ഷുഡകം ഭരകം ധനകം ദുരകം ധനകം ധരകം ധനകം. ഞാൻ പറയാം, ഒറ്റിക്കൊടുത്തവന് സ്ഥാനമുണ്ട്, വിറ്റവന് സ്ഥാനമുണ്ട്, വിശ്വാസത്തിന് സ്ഥാനമില്ല. ആമേൻ. ഇന്ന് ആത്മീയത്തെ ജനം ഭയപ്പെടുക, ശുശ്രൂഷകന്മാരെ ജനം ഭയപ്പെടുക. ആരും മിണ്ടുന്നില്ല. നല്ലതേതാ തീയതെന്നറിയാതെ ജനം വീർപ്പ് മുട്ടുന്ന സീസണാ വാസേ. പക്ഷേ ആത്മാവ് എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു പദം, ദൈവം ആത്മലോകത്തെ പൊളിച്ചു പണിയാൻ പോവാ. ശുശ്രൂഷകളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പൊളിച്ചുപണികൾ നടക്കാൻ പോകുക. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഞാൻ ദൈവത്തിൻ്റെ പ്രവാചക അഭിഷേകം ചുമക്കുന്ന ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഞാൻ ആത്മാവിൽ ദൈവം എന്നോട് സംസാരിച്ച പദം ഞാൻ ആത്മാവിൽ കൈമാറുക. അവിശ്വസ്തരയല്ല ദൈവത്തിന് വേണ്ടത്. ഈ മെസ്സേജ് കേൾക്കുന്ന ആരുടെയെങ്കിലും ഉള്ളിൽ ഇന്ന് രാത്രി മനം തിരിയാൻ കൊതിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം അനുതപിച്ചോ. ദൈവം നിന്ദിപ്പിക്കത്തില്ല. ഓ അഭിഷേകം തൊടുക, അഭിഷേകം തൊടുക. ഉണർവ് ചലിക്കപ്പെടുന്നു, ദൈവത്തിന്റെ പദ്ധതികൾ ഇറങ്ങി വരുന്നു. നിങ്ങൾ എത്ര പേർക്ക് ഈ ദൂതും മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറയുമ്പോൾ, യൂദയതയെ ഒഴിവാക്കിയിട്ട് ഒരുവന് വേണ്ടി ഒരു സ്ഥലം, ഒരുവന് വേണ്ടി ഒരു ദൗത്യം ദൈവം മാറ്റിവെക്കുക. നീ പ്രാർത്ഥിച്ചത്, നീ ഉപവസിച്ചത്, നീ കരഞ്ഞത് വെറുതെയല്ല. നിനക്ക് വേണ്ടി കർത്താവ് ചിലത് ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്കറിയാം ഇതിനകത്ത് ചിലർക്ക് വേണ്ടി ചില പുതിയ സെലക്ഷൻ വീഴുന്നു. ഒരു ആമേൻ പറഞ്ഞേ. ഇതിനകത്ത് ആത്മീയതലത്തിൽ പറഞ്ഞ ചിലരെ ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില ഒഴിവായി നിന്ന ചിലരെ അഭിഷേകം സെലക്ട് ചെയ്ത് കയറ്റാൻ പോകുന്നു. ഒരു ആമേൻ പറഞ്ഞില്ല. ഓ പോരാ പോരാ പോരാ. ശക്തിയോടെ ഒരു ആമേൻ പറഞ്ഞേ. എനിക്കറിയത്തില്ല പാസ്റ്ററെ, ചിലരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇനി ഓർഡിനേഷൻ ചെയ്യാൻ പോകുന്നു. ഈ സഭയ്ക്കകത്ത് വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുകയും കരയുകയും വിശ്വാസത്തോടെ നിൽക്കുന്ന ചിലരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കാൻ പോകുക. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ദൂതിനെ ദൈവം ഈ ദിവസങ്ങളിൽ ദേശത്തെ അസാധാരണമായി സന്ദർശിക്കാൻ പോവാ. ഓക്കെ ഞാൻ ചിന്തയിലേക്ക് വരാവേ. സന്തോഷമാണോ? പെട്ടെന്ന് രണ്ട് കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് ആരാധിച്ച് നിർത്താം. ഇന്ന് രാത്രി നമ്മളെല്ലാം ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ആമേൻ പറഞ്ഞേ. നമുക്ക് വേണ്ടി എന്തോ ഒരു ഉണർവ് കാത്തിരിക്കുക. വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ ദൂത് മൊത്തം പോയത് അങ്ങനെ അല്ലേ. എന്തോ ഒരു ഉണർവ് നമ്മളെ കാത്തിരിക്കുക. ചില മത്തിയാസന്മാരെ ദൈവം കയറ്റും, ചില പത്രോസന്മാരെ ദൈവം കയറ്റും. ഒരു ആമേൻ പറഞ്ഞേ. ഇന്ന് രാത്രി നിന്നെ ദൈവം ഇന്ന് രാത്രി അസാധാരണമായി മാനിക്കാൻ പോകുകയാണ്. അവിടെ പറഞ്ഞ പദം ഇങ്ങനെ, സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവേ, നീ ഇരുവരിൽ ഏവനെ തെരഞ്ഞെടുത്തു എന്ന് ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഇന്ന് രാത്രി ചിലരുടെ പേരുകളിൽ ചില സെലക്ഷന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി അങ്ങനെയുള്ള ചില സെലക്ഷനുകൾ പരിശുദ്ധാത്മാവ് കൈമാറും. ആമേൻ. ചിലർക്ക് വേണ്ടി ചില സെലക്ഷനുകൾ എന്ത് ചെയ്യാൻ പോവാ? കിട്ടാൻ പോവാ. ഇനി കേട്ടോ, അങ്ങനെ ഇവർ ആഗ്രഹിച്ച സമയത്ത് വചനം പോകുന്ന ഇവർ അവരുടെ പേർക്ക് ചീട്ടിട്ടെന്ന ഇല്ലേ. ഈ പഴയ നിയമകാലത്ത് പുതിയ നിയമകാലത്ത് പുരോഹിതന്മാരാകട്ടെ പ്രവാചകന്മാരാകട്ടെ ദൈവനിയോഗത്തെ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലേലും അതിന് വ്യക്തത വെളിപ്പെടുത്തിയത് ചീട്ടിട്ട് തിരഞ്ഞെടുത്തിട്ടാണ്. ഹലോ, എങ്ങനെ ഇല്ലേ? നമ്മൾ ഒത്തിരി വാക്യം വായിക്കുന്നുണ്ട്. ഞാൻ ഒന്നും പറയാം. യോനയെ പിന്മാറിപ്പോയപ്പോൾ ആടെ മുഖാന്തരത്തിൽ സംഭവിച്ചതിന് ചീട്ടിട്ടപ്പോൾ 6 പേർക്ക് ചീട്ട് വീണു. ഒരു ആമേൻ പറഞ്ഞു ഇല്ലേ. പുരോഹിതനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ വചനം പറഞ്ഞു, സെഖര്യാവിന് ദൂതൻ കാത്തിരിക്കുക, അവന് വേണ്ടി തന്നെ എന്ത് ചെയ്തു? ഒരു ആമേൻ പറ. ഞാൻ പറയുന്ന രാത്രിയിൽ പദ്ധതി ഉള്ളവർക്ക് ചീട്ട് വീഴത്തുള്ളൂ.
വിശ്വസിക്കുന്നു. ഞാൻ ഒരു ചിന്തയോടെ നമ്മൾ ഒരുമിച്ച് അഭിഷേകം കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒറ്റ ദൂതിൽ പറയാം. ഈ നമ്മൾ 1 ശമൂവേലിന്റെ പുസ്തകം 10-11 അധ്യായം പഠിക്കുമ്പോഴേ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയുണ്ട്, ശൗലിനെ കുറിച്ച്. അവിടെ കാണുന്ന വാക്കെന്നറിയോ? വചനം പറഞ്ഞു, ഗോത്രം ഗോത്രമായി കുടുംബം കുടുംബമായി വ്യക്തിപരമായി ചീട്ടിട്ടപ്പോൾ ചീട്ട് ശൗലിന്റെ പേർക്ക് വീണു. ആരുടെ പേർക്ക്? പക്ഷെ വചനം പറയുന്നു, അവനെ തലേ ദിവസമേ, ആ രാത്രിയിൽ തന്നെ വചനം പറയുന്നു, തലേ ദിവസം തന്നെ ദൈവം അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരുന്നു. അഭിഷേകം വീണത് അവൻ്റെ തലമേൽ. പക്ഷെ ജനം അവനെ അംഗീകരിക്കത്തില്ല. ഇവനെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിട്ടത്? ഞാനൊരു ദൂത് ആത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ മേൽ വീണ അഭിഷേകം ജനം അംഗീകരിക്കത്തക്ക നിലയിൽ ദൈവം ഇന്ന് രാത്രി ചിലരുടെ പേർക്ക് പോരാ പോരാ പോരാ, നിനക്ക് അഭിഷേകമുണ്ട്, നിന്റെ മേൽ അഭിഷേകം വീണിട്ടുണ്ട്. ഇത് പട്ടണങ്ങൾ അറിയണം, ഹലോ, രാജ്യങ്ങൾ അറിയണം. അതിന് ദൈവം പരസ്യമായി നിന്നെ അംഗീകരിപ്പിക്കാൻ പോകുകയാ. ആമേൻ. ഇനി ശൗലിനെ കുറിച്ച് 2 വാക്ക് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ശ്രദ്ധിക്കാം. ഈ ശൗല് ആരായിരുന്നു? ശൗല് വചനം പറഞ്ഞു, ബെന്യാമിൻ ഗോത്രത്തിലെ കീശിന്റെ മകനാണ് ആര്? ശൗല്. ഇനി ബെന്യാമിനെ കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ മോശ പറഞ്ഞൊരു പദമുണ്ട്, എന്നറിയോ? ദൈവത്തിന് പ്രിയനായ ബെന്യാമിൻ. ആർക്കാ? ദൈവത്തിന്. അങ്ങനെ വാക്ക്. പക്ഷേ ദൈവത്തിന് പ്രിയനായിട്ട് പോലും പക്ഷേ ഒരു രാജിക പദവിയിലേക്ക് ഈ ഗോത്രം കയറി വന്നിട്ടില്ല. കയറി വന്നോ? ദൈവത്തിന് പ്രിയരാ, ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരാ, ദൈവത്തിന് പ്രസാദമുള്ളവരാ, ദൈവം സ്നേഹിക്കുന്നവരാ. പക്ഷെ എന്നിട്ടും ഒരു പരിധിക്കപ്പുറത്ത് എന്ത് ചെയ്തിട്ടില്ല? ശൗലിനെ ശമൂവേൽ രാജിക അഭിഷേകം ചെയ്തപ്പോഴേ ശൗല് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കുലം ചെറുതാണ്, നിനക്ക് അറിഞ്ഞൂടെ? അതിൻ്റെ അർത്ഥം ഈ കുലത്തിനകത്ത് ഇന്നേ വരെ ഒരു രാജിക പദവി ഉണ്ടായിട്ടില്ല. പക്ഷെ ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവത്തിന് പ്രിയരാ. ദൈവത്തിന് ഇന്ന് രാത്രി ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം സ്നേഹിച്ച വീടാണ് നിൻ്റേത്. പക്ഷെ ഇന്നേ വരെ ഒരു പരിധിക്കപ്പുറത്ത് ഉയരാൻ കഴിയാതെ എവിടൊക്കെയോ പലരും നിന്നെ ഒഴിവാക്കി, എവിടെയോ പലരും നിന്നെ മാറ്റി നിർത്തി. പക്ഷെ ഈ രാത്രി എനിക്ക് ആത്മാവിൽ നിങ്ങളോട് പറയാനുള്ള ദൂത്, ഒഴിവാക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട നിന്റെ കുലത്തിന്റെ ചരിത്രത്തെ തിരിക്കാൻ ഇന്ന് രാത്രി ഒരു ശൗലിന്റെ മേൽ അഭിഷേകം വീണതുപോലെ ഇന്ന് രാത്രി നിന്നിലൂടെ തന്നെ നിന്റെ കുടുംബത്തിന്റെ ചരിത്രം ഈ രാത്രി എൻ്റെ ദൈവം തിരുത്താൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ആമേൻ പറയും? ദൂത് മനസ്സിലായോ? കേട്ടോ? സത്യത്തിൽ ഒരു അംഗീകാരം ഇവർക്കില്ല. ഒഴിവാക്കപ്പെട്ട ഗോത്രം, ഏറ്റവും തഴയപ്പെട്ട ഗോത്രം. പക്ഷെ വചനം പറയുന്നു, ഈ കുടുംബത്തെ ദൈവം കണ്ടു. ആ സമയത്ത് ഇസ്രായേലിന് രാജാവില്ല. വചനം വന്ന് അപ്പൻ്റെ വീട്ടിൽ, അപ്പൻ്റെ ഭൗതികം എന്ന് വെച്ചാൽ കഴുത കച്ചവടമാണ്. അപ്പൻ കഴുത കച്ചവടം ചെയ്ത് ഉപജീവനം കഴിച്ചു കഴിയുന്ന സമയത്ത് അപ്പൻ വളർത്തിയ കഴുതയെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ വേണ്ട അപ്പൻ വീട്ടിനകത്തുനിന്ന് ശൗലിനെ പറഞ്ഞു വിടുക. ശൗലിനെ പറഞ്ഞു വിടുന്ന സമയത്ത് ഒറ്റ ചിന്ത പറയാം, അപ്പന് അറിയാം ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കത്തില്ല, അതുകൊണ്ട് കൂടെ എന്ന ഭൃത്യനെ കൂട്ടിയെ പറഞ്ഞു വിട്ടെ. ഇല്ലേ? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അപ്പൻ്റെ വീട്ടിൽ നഷ്ടപ്പെട്ടതോ കഴുത, അപ്പം വിട്ടത് വീട്ടിലെ കഴുതയാ. സൂത്രം പറഞ്ഞേ കേട്ടില്ല? അപ്പം വിട്ടത് അറിയാം. കാരണം വീട്ടുകാർക്ക് പ്രയോജനം ഇല്ലാത്ത മക്കളെ എല്ലാം വിളിക്കുന്ന പേരെന്നാ? അയ്യോ സ്വത്രം, സത്യമല്ലേ? ഞാനൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. സ്വത്രം പറ. ഇന്നതുകൊണ്ട് എന്നെ കൊണ്ട് ഉപകാരമുണ്ട്. രാമേൻ പറഞ്ഞു കേട്ടില്ല? കഴിവില്ലാത്തവരെ, സാധ്യതയില്ലാത്തവരെ, എന്താ പറയുക, പഠിക്കാൻ ഇച്ചിരി പുറമോട്ട് പോയവരെ അയ്യോ അങ്ങനെ വിളിക്കുന്നത്. അയ്യോ അങ്ങനല്ലേ വിളിച്ചിട്ടുള്ളേ? എത്ര കേട്ടിരിക്കുന്നു. രാമേൻ പറഞ്ഞേ. ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ശൗലിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു കാര്യം എന്ത് ചെയ്യത്തില്ല? പറയച്ചാ നടക്കത്തില്ല. അതുകൊണ്ട് ആരെ കൂട്ടി വിടുക? ഭൃത്യനെ കൂട്ടി. വചനം പറയും, എന്നിട്ട് ഇവനെ കഴിക്കാൻ 3 ദിവസത്തെ ആഹാരം. അതിൻ്റെ അർത്ഥം ഇവൻ അടുത്ത ദിവസം രാജാവാകാനുള്ള പ്രായമായച്ചാ. പക്ഷെ എന്നിട്ടും ഇവൻ അപ്പൻ ആഹാരം കൊടുക്കണം. ഇവന് നിൽക്കണമെങ്കിൽ അപ്പനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച വ്യക്തിയായിരുന്നു ആര്? അപ്പം കൊടുത്താൽ ഉണ്ട്. സ്വയകാലം ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല? നിന്നിട്ടില്ല, ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. വചനം പറഞ്ഞു അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ആര്? ശൗല്. എന്നിട്ട് വചനം പറഞ്ഞു 3 ദിവസം അവൻ കഴുത തേടിപ്പോയി. വചനം പറഞ്ഞു 3 ദിവസം നടന്നിട്ടും ഇവന് കഴുത എന്ത് ചെയ്തില്ല? കിട്ടിയില്ല. 3-ാം ദിവസം രാവിലെ ഫ്രഷായി പല്ലൊക്കെ തേച്ച് അപ്പപാത്രം തുറന്നു നോക്കിയപ്പോൾ ഒറ്റ അപ്പം പോലും പാത്രത്തിൽ ഇല്ല. ഉടനെ ആ ശൗലിൻ്റെ വർത്താനം കേട്ടോണേ, എടാ വൃത്തിയാ, അപ്പൻ്റെ ദുഃഖം കഴുതയെന്ന് മാറി എന്നിലേക്ക് വന്നത് എപ്പോഴാ പറഞ്ഞേ? അപ്പം തീർന്നപ്പോൾ. എൻ്റെ പൊന്നു വാസേ, 2 ദിവസം അപ്പം ഉണ്ടായിരുന്നപ്പോൾ അപ്പനെ ഓർക്കത്ത് പോലും അയ്യോ സോദരയില്ല. ഇന്ന് പലരും ഇങ്ങനെ അപ്പം തീർന്നാലേ അപ്പനെ എന്ത് ചെയ്യത്തുള്ളൂ? അയ്യോ കത്തിയില്ല. ഒരു അമ്മയും പറഞ്ഞു ഇവിടെ ആരുമില്ലേ? ചില കാരണം പ്രശ്നങ്ങളില്ലെങ്കിൽ സഭയെ വരുത്തുപോലും ഇല്ല. സ്വത്രം പറഞ്ഞ്. പിന്നെ എവിടെയെങ്കിലും പ്രശ്നമുണ്ട് പിന്നെ പാസ്റ്ററിന് സ്വസ്ഥ കൊടുക്കത്തില്ല. സ്വത്രം പറ.
അയ്യോ കേട്ടില്ല. അപ്പം ഞാൻ പറയും, ഇടയ്ക്കിടയ്ക്ക് അപ്പം തീർക്കുന്നത് എന്തിനറിയോ? അപ്പനെ വിളിക്കാൻ. ഒരു ആമേൻ. ഇനി പോട്ടെ. എന്നിട്ട് ശൗല് നിരാശയോടെ ഭൃത്യൻ്റെ മുഖം നോക്കുക. അപ്പൻ്റെ ദുഃഖം കഴുതേന്ന് മാറി എന്നിലേക്ക് വന്നു. ആകയാൽ നമുക്ക് ഇനി തിരിച്ചു വീട്ടിൽ പോകാം. അപ്പോൾ ഒരു ഭൃത്യം ഒരു കാര്യം ചെയ്യും, ഈ ദേശത്തൊരു പ്രവാചകനുണ്ട്, ആകയാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ്റെ അടുത്ത് പോയി ഒരു ദൈവശബ്ദം എന്ത് ചെയ്യാം, കേൾക്കാം. ആ കാലത്ത് പ്രവാചകൻ്റെ അടുത്തോ പുരോഹിതൻ്റെ അടുത്തോ പോകുന്ന സമയത്ത് ഒരു ദൈവശബ്ദം കേട്ടാലോ പ്രാർത്ഥിച്ചാലോ എന്തെങ്കിലും കൊടുക്കുക പതിവുണ്ട്. അപ്പോൾ ഭൃത്യൻ ശൗല് ദയനീയാവസ്ഥയിൽ ഞാൻ നോക്കുക, കാശൊക്കെ കീശ തപ്പി നോക്കുക, 5 പൈസ പോകറ്റി ഇല്ല. അപ്പോൾ ഭൃത്യൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ വിഷമിക്കണ്ട, എൻ്റെ പക്കൽ 1/4 ശെക്കൽ വെള്ളി ഉണ്ടെന്ന്. കേട്ടോ എങ്ങനെ? എൻ്റെ പക്കൽ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആടല്ല കാശുള്ളേ? ആർക്കാ ദൂത് കേൾക്കണ്ടേ? ഒന്നുകൂടെ പറ, ആടല്ല കാശുള്ളേ? ആർക്കാ ദൂത് കേൾക്കണ്ടേ? ഞാൻ ഇങ്ങനെ പറയും, കൂടെ എന്ന ഭൃത്യൻ്റെ കീശയിലെ കാശും മേടിച്ച് ഓസിന് ദൂത് കേട്ട വ്യക്തിയെ ശൗല്. സ്വത്രം പറഞ്ഞു. അയ്യോ പോയി. പ്രാപിക്കുന്നെങ്കിൽ മുതൽ മുടക്കി പ്രാപിച്ചോണം, ഇല്ലേ ബോസേ? അയ്യോ ആരും മിണ്ടത്തില്ല. ഒരു അമ്മ പറഞ്ഞേ, എങ്ങനെ പ്രാപിക്കണം? പറ. കൊടുത്തു പ്രാപിക്കണം. സ്വത്രം പറഞ്ഞേ. അയ്യോ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ വിഷയം വിടുക. ഒരു അമ്മയും പറഞ്ഞില്ല. ഇനി പോട്ടെ, ഒരു വാതിൽ പറയാവേ. ഭൃത്യൻ്റെ കയ്യിൽ നിന്ന് വായ്പ മേടിച്ചിട്ടാണേലും കൊടുക്കാൻ മനസ്സുണ്ടായിരുന്നല്ലോ. സ്വത്രം പറ. ഞാൻ പറയും, വന്ന് ബന്ധക്കോസരെല്ലാം പൂച്ച വിശ്വാസികളാണ്. എന്ത് വിശ്വാസിയാ? പറ. ഈ പൂച്ച എപ്പോഴും കാരണം അങ്ങാവോന്ന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. കേട്ടില്ല. ഒരു അമ്മയും പറഞ്ഞേ. ഇന്നെല്ലാവർക്കും ഇങ്ങോട്ട് മതി. അയ്യോ പോയി പിണങ്ങി. ഒരു അമ്മയും പറഞ്ഞേ. ഞാനൊരു അനുഭവം പറയാം, എൻ്റെ ലൈഫിന് പറയാം. നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വചനം പറഞ്ഞു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക്. അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിച്ച് വൈറലാക്കിയാലും കുഴപ്പമില്ല, അനുഗ്രഹിക്കപ്പെടാനാണ് പറയുന്നത്. ഒരു അമ്മയും പറഞ്ഞേ. ഞാൻ പറയാം, നമ്മുടെ ലൈഫിൽ ഞാനും IPCയിലൊരു ബിലീവർ. അപ്പോൾ നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ IPCയിലൊക്കെ നമുക്കൊരു ദശാംശ പുസ്തകമുണ്ട്. ഒരു അമ്മയും പറഞ്ഞേ. എല്ലാ മാസം നമ്മൾ കൊടുക്കുന്ന എന്ത് ചെയ്യും? ഇനി മരിക്കുന്ന നമ്പർ ഇതിനപ്പുറത്തൊരു സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യത്തില്ല. അയ്യോ ആരും വേണ്ടുന്നില്ല, ആരുമില്ലേ? അയ്യോ എൻ്റെ ദൈവം എന്നാ ശാന്തമാണെന്നറിയോ? മുട്ടുസൂചി ഇട്ടപ്പോൾ കേൾക്കും. ഞാൻ പറയാം, എൻ്റെ ചിന്താഗതിയെ ദൈവം പൊളിച്ചു. പണ്ട് കൊടുത്തത് ഒരു കണക്ക് വെച്ചാൽ, പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, ലിമിറ്റ് വെച്ച് നീ കൊടുക്കണ്ട, പരിധിയില്ലാതെ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞു. സത്യത്തിൽ പണ്ട് കൊടുക്കുന്നതിനേക്കാൾ ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ദൈവത്തിന് വേണ്ടി ദൈവം തരുന്നതനുസരിച്ച് കൊടുക്കാൻ തയ്യാറായപ്പോൾ ദൈവം എൻ്റെ സ്ഥിതി വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കിയ കാര്യം, അറിഞ്ഞ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്താൽ അറിഞ്ഞ് കർത്താവ് അനുഗ്രഹിക്കും. എങ്ങനെ? അടുത്തിരിക്കുന്ന വ്യക്തിക്കൊന്ന് കരം കൊടുത്ത് മുഖത്ത് നോക്കി പറ, അറിഞ്ഞു കൊടുത്താൽ അറിഞ്ഞ് അനുഗ്രഹിക്കുന്നു പറ ദൈവം. സത്യമല്ലേ ഭാഷേ? എത്ര പേര് ആമേൻ പറയും? ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്നതെല്ലാം അങ്ങനല്ലേ? പറ, സത്യമല്ലേ? സ്വത്രം പറഞ്ഞില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു 4-5 വർഷങ്ങൾക്ക്, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രാർത്ഥനാ വിഷയം, ഞാൻ ഏറ്റവും അധികം എല്ലാ ന്യൂ ഇയറിനും ആഗ്രഹിക്കുന്ന ഒറ്റ വിഷയം, ദൈവമേ ഈ വർഷം ഏറ്റവും അധികം ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റണേന്നാ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ദൈവം എൻ്റെ സ്ഥിതി മാറ്റാൻ തുടങ്ങി. ഒരു ആമേൻ പറ. ദൈവം എൻ്റെ സാഹചര്യങ്ങളെ തിരിക്കാൻ തുടങ്ങി. ഞാൻ പറയാം, നിങ്ങൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചു, പക്ഷേ ഒരു സമയത്ത് ഇതൊന്നും കാണാൻ പറ്റാത്ത ഒരു വലിയ ഞെരുക്കത്തിൻ്റെ സാഹചര്യം ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഒരു ആമേൻ. നല്ല വസ്തുവിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്, നല്ല ആഹാരത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് സ്വർഗത്തിലെ ദൈവം എൻ്റെ സ്ഥിതികളെ ദൈവം മൊത്തത്തിൽ മാറ്റി. കാരണം ഒന്നും ആയിട്ടില്ല, ഇനി ദൈവം തരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഒറ്റ കാര്യം പറയാം, അങ്ങനെ മാനിക്കപ്പെടാൻ കാരണം അറിഞ്ഞ് ചെയ്യാൻ. സ്തോത്രം. ഞാൻ പറയാം, എൻ്റെ അപ്പനൊരു കൃഷിക്കാരനായിരുന്നു. പക്ഷേ പൈസയായിട്ട് ചിലപ്പോൾ കൊടുക്കാനൊന്നും ഇല്ലെങ്കിലും കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ആദ്യമേ ചർച്ചയ്ക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു. ആമേൻ. അത് കണ്ട വളർന്നേ. സ്വത്രം പറ. ഒത്തിരി ഒന്നും പറയാനില്ല, പക്ഷേ എന്നാൽ ഇല്ലായ്മയുടെ നടുവിലും കൊടുത്തു ആരാധിച്ച് നിന്ന കുടുംബമായൻ്റേത്. പക്ഷേ ഇന്ന് കർത്താവ് അവിടെ തന്നെ ദൈവം ഞങ്ങളുടെ സ്ഥിതിയെ മാറ്റി. ഒറ്റക്കാരൻ ഞാൻ പറയാം, 2024 ഞാൻ ഒരു സാക്ഷിയോട് പറയാവേ. ഞാൻ ഓച്ചിറയിൽ ഞെക്കനാലിൽ ഒരു ചർച്ച എനിക്കുണ്ടായിരുന്നു. പെട്ടെന്ന് പറയാവേ. അവിടെ ഞങ്ങളുടെ ചർച്ചിൽ ഏറ്റവും പാവപ്പെട്ട ഒരു അച്ചായനുണ്ട്. സത്യം പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവറാണ്. ആരാ? ഓട്ടോ ഡ്രൈവറാണ്. 2 ആൺമക്കൾ, ഭയങ്കര കടബാധ്യത. പക്ഷേ ഹിന്ദു ബാങ്കിൽ രക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്. ഇദ്ദേഹം എല്ലാ ആഴ്ചയിലും സഭയെ വന്ന് സാക്ഷ്യം പറയും. സാക്ഷ്യം എന്നറിയോ? ദൈവമക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാ പ്രാർത്ഥന വിഷയം? ഈ ചർച്ചിലെ ഏറ്റവും കൂടുതൽ ദശാംശം കൊടുക്കണം ഞാനായിരിക്കണമെന്ന്. അയ്യോ പറഞ്ഞേ. ഈ ചർച്ചിൽ ഏറ്റവും കൂടുതൽ ദശാംശം കൊടുക്കുന്നത് പറ ഞാനായിരിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ പക്ഷേ ഓട്ടോ ഓടുക, ഡെയിലി ഓട്ടോ ഓടിയിട്ട് ഒരു ടിന്ന് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോ ദിവസം ദശാംശം മാറ്റി വെക്കും. ചിലപ്പോൾ ആഴ്ചയിൽ 1000 രൂപ, 1200 രൂപ, 1500 രൂപ ആഴ്ചയിൽ. കേട്ടോ എങ്ങനെ? 4 ആഴ്ചയായപ്പോൾ 5000 രൂപ. ഒരു അമ്മയും പറഞ്ഞ് ഒരു ഓട്ടോ ഡ്രൈവറാ. അയ്യോ മിണ്ടുന്നില്ല, പറഞ്ഞേ. ആരെ? നമ്മൾ ആരും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. സ്വതന്ത്രം പറഞ്ഞ് ഞാൻ വിടുന്ന.
പക്ഷേ എൻ്റെ പൊന്നു പാസ്റ്റർ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് ഒരു വർഷമാകുന്നു. അദ്ദേഹം ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചു, ജിതിൻ പാസ്റ്റേ ഞാൻ അങ്ങോട്ട് വരും. അപ്പോൾ ചർച്ചയിൽ മാറി ഞാൻ അങ്ങോട്ട് വരും. എന്താ ഒരു പാസ്റ്റേ ഞാൻ അങ്ങോട്ട് വരും. പാസ്റ്റർ ഗേറ്റും തുറക്കാൻ പറഞ്ഞു. ഞാനോർത്ത് പുള്ളി ബൈക്കിലായിരിക്കും വരുന്നതെന്ന്. ഞാൻ നോക്കിയപ്പോൾ പുള്ളി സ്തോത്രം ഒരു ഗേറ്റ് തുറന്നിട്ടു. അപ്പോൾ അദ്ദേഹം വാതുക്കെ വന്ന് ഒന്നുകൂടെ വിളിക്കും, ജിതിൻ പാസ്റ്റേ 2 ഗേറ്റ് തുറക്കാൻ. മക്കളെ വിട്ട് ഗേറ്റ് തുറന്നപ്പോൾ മോൾ ഓടി വന്ന് പറയാ, പപ്പ ദാണ്ട സാബു അങ്കിൾ ദാണ്ട പുതിയ ബ്ലാക്ക് കളർ സ്കോർപ്പിയോ വന്നെന്ന്. ഒരു ആമേ, അയ്യോ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ആമേ പറഞ്ഞേ. അന്നില്ലായ്മയുടെ നടുവിൽ കർത്താവിന് വേണ്ടി കൊടുത്ത മനുഷ്യൻ, അയ്യോ രക്തം എന്നെ പറ. ഞാൻ പറയാം, ദൈവമക്കളെ, കർത്താവിന് വേണ്ടി വിതച്ചാൽ, നിങ്ങൾ എനിക്ക് തരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, നിങ്ങളുടെ ആലയത്തിന് വേണ്ടി നിങ്ങൾ വിതയ്ക്കണം കേട്ടോ. നിങ്ങൾക്ക് ദൈവം എന്ത് തന്നാലും ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകണം. നിങ്ങളെ ദൈവം വാസ്തവമായിട്ട് അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കത്തില്ലേ? അദ്ദേഹം ഒരു ഓൺലൈൻ ബിസിനസ് ദൈവം അദ്ദേഹത്തെ കയറ്റി. ഇന്ന് അദ്ദേഹം പറഞ്ഞ ഭാഷ, എനിക്ക് മാസ ശമ്പളം 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ. രാമൻ ഓടിച്ച് കടബാധ്യത്തിൽ കിടന്ന മനുഷ്യന്, അയ്യോ പറ, ദൈവസ്ഥിതി മാറ്റത്തില്ലേ? നിങ്ങളെ ദൈവം മാനിക്കും. ഒരാമയും പറഞ്ഞേ, ദൈവം എന്ത് തന്നാലും ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ മനസ്സ് കാണിക്കണം. ദൈവം നമ്മുടെ സ്ഥിതികളും തിരുത്തി എഴുതും. ഞാൻ വേഗത്തിൽ പറയാം. സതി അപ്പോൾ ശൗല് ഭൃത്യൻ്റെ കയ്യിൽ നിന്ന് വായ്പ മേടിച്ച് പ്രവാചകനൊക്കെ കൊടുത്തു. പ്രവാചകൻ അന്നേരം പറഞ്ഞു, ശൗലെ അങ്ങോട്ട് ചെന്നപ്പോഴേ പറഞ്ഞു, നീ കഴുതെ ചൊല്ലി കരയേണ്ട, കഴുതെ കണ്ടു കിട്ടി. ഇത് കേട്ടപ്പോൾ ശൗല് ഞെട്ടിപ്പോയി. പോകാൻ തുടങ്ങിയപ്പോൾ ശൗലിനോട് പറയാ, ശൗലെ പോകാൻ വരട്ടെ, ഇനി യഹോവയ്ക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ശൗല് ചോദിക്കുന്നത്, എന്താ സംസാരിക്കാനുള്ളത്? ഉടനെ ശമൂവേൽ പറഞ്ഞ വാക്കെന്നറിയോ? ഇസ്രായേൽ രാജ്യത്തിൻ്റെ ആഗ്രഹം നിന്റെ തലമേൽ വന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ശൗല് ഞെട്ടിപ്പോയി. അവൻ പറയാ, എൻ്റെ കുലം ചെറുതാണെന്ന് നിനക്കറിഞ്ഞൂടെ? ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ടൊന്നും സംഭവം പിടികിട്ടിയില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ നമ്മുടെ രാജു പൂക്കാല പാസ്റ്റർ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വരും. അപ്പോൾ എൻ്റെ ഉള്ളിനകത്തൊരു വിഷയമുണ്ട്. ആ വിഷയം പ്രാർത്ഥിക്കാനാണ് വരുന്നത്. അപ്പോൾ ഞാൻ വന്നു, പാസ്റ്ററെ കണ്ടപ്പോൾ പാസ്റ്റർ തലേ ദിവസം ദൈവം സംസാരിച്ചു, ജിതിൻ നാളെ വരും, അദ്ദേഹത്തോട് ഈ ദൂത് പറയണം. ഈ ദൂത് ഞാൻ കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും? കൊടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ പാസ്റ്റർ പറയാ, ജിതിനെ പോകാൻ വരട്ടെ, ഇനി യഹോവയ്ക്ക് നിന്നോട്. അതിൻ്റെ അർത്ഥം ഏറ്റവും വലിയ പ്രത്യേകം എന്നറിയോ? ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം മാത്രം ദൂത് പറയുന്നവനല്ല ദൈവം. ദൈവത്തിൻ്റെ ഇഷ്ടം കൂടെ നമ്മളെ കേൾപ്പിച്ചിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? പറ. ഇനി ശൗലിനോട് പറഞ്ഞ ദൂതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണെ. ഉടനെ ശൗലിനോട് പറഞ്ഞ വാക്കെന്നറിയോ? ശൗലെ, നീ അടുത്ത ആരാ? ഇസ്രായേലിൻ്റെ അടുത്ത വാക്ക്. പാസ്റ്റർ പറയാ, ജിതിനെ അടുത്ത മുഖ്യമന്ത്രി നീയാന്ന്. ഒരു അമ്മയെ പറഞ്ഞു. രാഷ്ട്രീയം എന്തെന്നറിയാത്ത, അതിൻ്റെ ABCD അറിയാത്ത എന്നോടാ പറ. ഇതേ ദൂത് ആരോട് പറഞ്ഞേ? പറ. ഇത് കേട്ടപ്പോൾ അവൻ പറഞ്ഞ വാക്ക്, എൻ്റെ കുലത്തിനകത്തൂന്ന് ഒരുത്തൻ പോലും രാജാവായിട്ടില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിക്കുക കേട്ടോ. ഞാൻ പ്രാർത്ഥന നിർത്താൻ പോവാ. നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ സഹോദരങ്ങൾ ആരും എത്തപ്പെടാത്ത ലെവലിൽ ഇന്ന് രാത്രി നിന്നെ പുറത്തെടുക്കുന്ന, പോരാ ഒരു മനുഷ്യന്റെ മേലും പകരപ്പെടാത്ത ഒരു രാജകീയ അഭിഷേകം ഈ രാത്രി ചിലരുടെ മേൽ വ്യത്യസ്തമായ ചിലത് പരിശുദ്ധാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ശൗലിന്റെ കുടുംബത്തിനകത്ത് ഒരാൾ പോലും ഇങ്ങനൊരു പദവിയിൽ എത്തപ്പെട്ടിട്ടില്ല. പക്ഷേ വചനം പറയുന്നു, ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഇങ്ങനെ പറഞ്ഞോണം, നിന്റെ കുടുംബക്കാർ ഉയരാത്ത, നിന്റെ സഹോദരങ്ങൾ ഉയരാത്ത, ദൈവം സ്നേഹിച്ചവരാണ്, ദൈവത്തെ ആരാധിച്ചവനാണ്, ദൈവത്തിന് പ്രിയരായവരാണ്. പക്ഷേ എന്നിട്ടും പരിധിക്കപ്പുറത്ത് ഉയരാൻ കഴിയാതെ ഒരു സീസണിൽ ഒഴിവാക്കപ്പെട്ട് കിടന്നവരാണ് ബെന്യാമിൻ ഗോത്രക്കാർ. പക്ഷേ വചനം പറഞ്ഞു, അതേ ഗോത്രത്തിനകത്തും തന്നെ ഒരു ശൗലിനെ പുറത്തെടുത്ത് ഇസ്രായേലിന്റെ രാജകീയ പദവിയിൽ കൊണ്ടെത്തിച്ചതുപോലെ ഈ രാത്രി എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ഒഴിവാക്കപ്പെട്ട സീസൺ കഴിഞ്ഞു, നിങ്ങളെ മാറ്റി നിർത്തിയ സമയങ്ങൾ കഴിഞ്ഞു, നിങ്ങളെ നിന്ദിച്ച് നിങ്ങളെ അവഗണിച്ച സീസൺ കഴിഞ്ഞു. ഇന്ന് രാത്രി മുതൽ ചിലരുടെ മേൽ രാജകീയമായത് പോരാ. എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? അവർക്ക് വേണ്ടി അഭിഷേകം ചലിക്കപ്പെടട്ടെ. ചിലർക്ക് വേണ്ടി അഭിഷേകത്തിന്റെ തൈലക്കൊമ്പുകൾ റെഡിയാകുക. ചിലർക്ക് വേണ്ടി അടുത്തൊരു കരം ചലിക്കപ്പെടുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? രാത്രികാലം നിന്റെ സമയം വെളിപ്പെടുക. നിന്നെ ഒഴിവാക്കിയവരുടെ മുമ്പിൽ നിന്റെ സമയം വെളിപ്പെടുക. നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന്, നിന്നെ കൊണ്ടൊന്നും സംഭവിക്കത്തില്ലെന്ന്
പറഞ്ഞവർ കാണുക. ഒരു നിമിഷം എല്ലാവരും എഴുന്നേക്കാമോ? നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ദയവായിട്ട് പുതിയ അഭിഷേകം, പുതിയ ദൈവശക്തി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒരല്പ നിമിഷം മുന്നോട്ടോ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പെട്ടെന്ന് നിർത്താൻ പോകുക. ദയവായിട്ട് വേഗത്തിൽ വർഷിപ്പിന് വേണ്ടി കയറിക്കാട്ടെ. എല്ലാ ദൈവമക്കളും പെട്ടെന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് നിർത്താൻ പോകുക. കുഞ്ഞുങ്ങളെല്ലാം മുന്നോട്ട് കയറി വന്നിട്ട് കുഞ്ഞുങ്ങളെല്ലാം മുന്നോട്ട് കയറി വന്ന് രാത്രി ഒരു വലിയ ദൈവിക അഭിഷേകം ചിലരിൽ ദൈവത്താൽ ചിടമേൽ കൈമാറാൻ പോകുന്നു. നിങ്ങളുടെ ഒഴിവാക്കപ്പെട്ട സമയം കഴിഞ്ഞു. നിങ്ങളിനി നിന്ദിക്കപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഇന്നലകളിൽ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്തതുപോലുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ രാത്രികാലം കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഓ ശകതമന വൈശസിയാതെ ചിലർക്ക് വേണ്ടി പുതിയ അഭിഷേകം ചലിക്കാൻ പോകുകയാണ്. ചിലർക്ക് വേണ്ടി പുതിയ ദൈവശക്തി ചലിക്കുന്നു. ദൈവമായിട്ട് ആരും മടിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ഇതിനകത്ത് എനിക്കറിയത്തില്ല, ചിലരുടെ ദൈവം ഭയങ്കരമായിട്ട് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലരുടെ ജീവിതത്തിനകത്ത് ഇന്നേ വരെ ഇറങ്ങാത്ത ചില മത്തിയാസുമാരെ ഇന്ന് രാത്രികാലം ദൈവം തൊടാൻ പോകുകയാണ്. നീ ഒഴിവാക്കപ്പെട്ടവനാ, നീ ഒഴിവാക്കപ്പെട്ടവളനോ, പക്ഷേ ഇന്ന് രാത്രി അഭിഷേകം ഉടകമന വൈഡ റബല ഘടകസി കാലങ്ങൾ കൊണ്ടുള്ള ശബന രഹസ്യ കേട്ടോ, കാലങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ തിരുത്തപ്പെടാൻ പോകും. ഇവ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ഉപസിക്കുന്നു, എല്ലാത്തിലും നിങ്ങളുണ്ട്. പക്ഷേ അർഹിക്കുന്നൊന്നും ലഭിക്കാതെ ലിമിറ്റിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രതികൂലം ഈ രാത്രി അഭിഷേകം നിങ്ങളുടെ തലയിൽ നിന്ന് പൊളിക്കുന്നു. എന്തോ വ്യത്യസ്തമായ അഭിഷേകം ദൈവം പകരും. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു പ്രവാചകയായി കണ്ടിരിക്കുന്നു. ഒരു വലിയ ദൗത്യത്തെ കർത്താവ് നിന്റെ മേൽ പകരും. നിന്റെ കുടുംബത്തിനകത്ത് സഹോദരങ്ങളുടെ ഇടയിൽ ദൈവം വ്യത്യസ്തയായി വിളിച്ചൊരു വ്യക്തിയാണ് നീ. ഈ രാത്രി അതുപോലൊരു അഭിഷേകം ഈ രാത്രി നിന്റെ തലമേൽ വീഴുകയാണ്. ദൈവം നിന്റെ ജീവിതത്തിന്റെ വലിയൊരു നിരാശയെ ഈ രാത്രികാലം എടുത്തു കളയുന്നു. നിന്റെ തലമുറകളുടെ മുമ്പിൽ നിനക്കൊരു അത്ഭുതം സംഭവിക്കാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മോളെ, ദൈവം പറയുന്നു, ഈ പലരും എഴുതി തോറ്റ എക്സാം നീ എഴുതി പാസ്സാവും. നിന്റെ മുമ്പിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുന്നു. നീ നിനക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ കരുതലുകൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നെന്ന് കർത്താവ് ഇന്ന് രാത്രി നിന്നെ നോക്കി പ്രവചിക്കാൻ പറയുന്നു. അഭിഷേകം ഇന്ന് രാത്രി എത്ര പേർ ഞാൻ പറയാം, നിന്നെ പരിധി വെച്ചവരെല്ലാം നിന്നെ കണ്ടിനി അത്ഭുതപ്പെടാൻ പോകുകയാണ്. നിനക്ക് വിധി പറഞ്ഞവരെല്ലാം നിന്നെ കണ്ടിനി അതിശയിക്കുന്നൊരു സമയം വെളിപ്പെടാൻ പോകുന്നു. നിങ്ങൾ ഇനി അവഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല. ശമന രഹസ്യാതെ മോനെ, ദൈവം പറയുന്നു, കർത്താവിൻ്റെ വലിയൊരു വിളി നിന്റെ മേൽ കിടക്കുന്നു. നിന്നെ ഞാനൊരു പ്രവാചകനായി കാണുക. വലിയൊരു ശുശ്രൂഷയ്ക്ക് നിന്റെ മേൽ വിളിയുണ്ട്. നീ ഉന്നതങ്ങളിൽ പഠിച്ചുയരും. ലോകമറിയപ്പെടുന്ന തലത്തിൽ ഞാൻ നിന്റെ വിദ്യാഭ്യാസം ഭാവിയും കൊണ്ടെത്തിക്കും. അതേപോലെ ദൈവ ശുശ്രൂഷയിൽ ഒത്തിരി കരം താങ്ങി നിർത്താൻ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് കർത്താവ് ഞാൻ കാണുന്നു. നിന്റെ മുമ്പിൽ ഒരു കീബോർഡ് നീ പ്ലേ ചെയ്യുന്നത് ഞാൻ കാണുന്നു. നീ വർഷിപ്പിലും ദൈവിക ശുശ്രൂഷയിലും ചുമൽ കൊടുക്കാൻ അഭിഷേകം ഇന്ന് രാത്രി നിന്നെ ശക്തമായി തൊടുന്ന ഒരു രാത്രിയാണ് കേട്ടോ മോനെ. കൂട്ടത്തിനകത്ത് ഒരുവനെ പോലെ പോകാനല്ല, വ്യത്യസ്തമായി ചിലത് ഇന്ന് രാത്രി നിന്റെ മേൽ തൊടാൻ പോകുകയാണ്. അഭിഷേകത്തെ അടുത്തൊരു പദവിയായി നിന്റെ മേൽ കർത്താവ് കൈമാറുന്ന രാത്രിയാണ്. വേറിട്ടൊരു നിയോഗം പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ഷുഡകപര വൈശസിയ അതുരേ മനഘടക ജുഡികപന വൈശസിയാതൽ ദൈവദാസനെ ഇന്ന് ഇതേപോലെ ദൈവം നിന്നെ മുന്നറിൽ കൊണ്ടുവരാൻ പോകുകയാണ്. നിന്റെ മേൽ വലിയൊരു അഭിഷേകമുണ്ട്. വ്യത്യസ്ത ദൗത്യങ്ങൾ, വ്യത്യസ്ത ശുശ്രൂഷകൾക്ക് വേണ്ടി കൊതിക്കുകയും